ഇല്ലെങ്കിൽ അവനവൻ്റെ നിശ്ചയിച്ച കാര്യത്തിലുള്ള ദൃഢത, രജോ ഗുണം, ഒരു ക്ഷത്രിയന് വേണ്ടതായിട്ടുള്ള ധൈര്യം, ഇതൊക്കെ വേണ്ടുവോളം ഉണ്ട്. അത് ഭഗവത്പരമാക്കി തീർക്കും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി പറയാറുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രവും ആ രാജാക്കന്മാർക്ക് ആ പത്മനാഭനോടുള്ള ഒരു ദൃഢത കാരണം ഇന്നും തിരുവനന്തപുരക്കാർക്ക് ആ രാജകുടുംബത്തിനോടുള്ള ബഹുമാനം എത്ര വലുതാണ് നമ്മൾ. അവർക്ക് അധികാരവും പ്രത്യേകിച്ച് വേറെ ഇന്നത്തെ ഇതിലൊന്നും ഇല്ലെങ്കിലും ആ രാജകുടുംബത്തിന് ഇന്നും അധികാരങ്ങളുണ്ട് ആ നാട്ടുകാരിൽ. അതെന്തുകൊണ്ടാണ്? അവർ ആ പത്മനാഭനെ മുറുകെ പിടിച്ചോന്നാണ്. ആ രാജവംശത്തിന് എന്നും പത്മനാഭനെ മുറുകെ പിടിച്ചോന്നു. ഇവിടെ ധ്രുവകുമാരൻ രാജവംശത്തിൽ ജനിച്ച ആള് തികച്ചും ഭഗവാനെ മുറുകെ പിടിച്ചോന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയല്ല. ചെറുപ്പം മുതൽ തന്നെ ആ ഉണ്ണിക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് ആ ഉണ്ണിയെ ഭഗവാനിലേക്ക് അങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. രണ്ടാനമ്മയ്ക്ക് കുറച്ച് വിരോധമൊക്കെ ഉണ്ടാവുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്തിരുന്നു ആദ്യത്തെ ഭാര്യ. ഈ ധ്രുവകുമാരൻ്റെ അമ്മ കൊട്ടാരത്തിന് പുറത്താണ് താമസിക്കുന്നത്. എന്നിട്ട് പോലും വിഷമങ്ങളല്ല കുട്ടിയുടെ അടുത്ത് എത്തിച്ചിട്ടുള്ളത് ആ അമ്മ. ഈശ്വരബോധം, ശാശ്വതമായ ബോധം, ശാശ്വത സത്യത്തിലേക്കുള്ള ഉറപ്പ്, അത് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ പിന്നെ വഴി പിഴക്കില്ല. ഈശ്വരബോധം ഒന്ന് മാത്രമേ വഴി പിഴയ്ക്കാതിരിക്കാനുള്ള ഔഷധങ്ങൾ, ബാക്കിയൊക്കെ എപ്പോഴും വഴി പിഴച്ചു പോകും. ഈശ്വരനോടുള്ള ഒരു പ്രേമം ദൃഢമാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞോ ആ കുട്ടി പിന്നെ എന്തായാലും പിഴക്കില്ല. അതാണ് സുനീതി ചെയ്തത്. സുനീതിയുടെ വാത്സല്യവും ഈ അനുഗ്രഹം കൊണ്ട് 5 വയസ്സിലൊരു അപമാനം ഉണ്ടായപ്പോൾ അതന്നെ ഒരു കാരണമായി. എന്ത്? കൊട്ടാരം വിട്ടു പോവാൻ, കാട്ടിലേക്ക് മധുവനത്തിലേക്ക് പോകാനുള്ള കാര്യമായി. പോണ വഴിക്ക് നാരദ മഹർഷി തന്നെ വേണ്ട ഉപദേശം കൊടുത്തു. ദ്വാദശാക്ഷരി മന്ത്രം അത് ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രം ജപിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു രൂപവും പറഞ്ഞ് അങ്ങോട്ട് പതിപ്പിച്ചു വെച്ചു ആ ഹൃദയത്തിൽ. നാരദ മഹർഷി ആ ഉണ്ണിയുടെ ഹൃദയത്തിൽ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഒരു രൂപം, നാരദൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുന്ന രൂപം, അതങ്ങോട്ട് പതിപ്പിച്ചു വെച്ചു കൊടുത്തു. ആ രൂപം ധ്യാനിച്ചുകൊണ്ട് ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ച് 6 മാസം തപസ് ചെയ്തപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ 6 മാസത്തെ തപസ് കാഠിന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് എപ്പോ ദൃഢത നമുക്ക് ഉണ്ടാകുന്നുവോ അവിടെ ഒരു പ്രതിബന്ധവും ഇല്ല. നമുക്ക് ദൃഢത ഉണ്ടോ, ഈശ്വരൻ കൈ നീട്ടി വിളിക്കും. നോക്കൂ, ത്യാഗരാജസ്വാമികൾ രാമനോട് കാരുണ്യം കാണിക്കണേ, എന്നോട് ദയ കാണിക്കണേ, ആ ദയ അങ്ങോട്ട് വരട്ടെ. കൃപാത്തേ ജാതാചേൽ, കൃപാത്തേ ജാതാചേൽ, കിമിവ നഖിലഭ്യം തനുഭൃതാം. തനുഭൃത്തുക്കൾക്ക് എന്താ ലഭിക്കാതിരിക്കുക? അങ്ങയുടെ കൃപകൾ വരട്ടെ. ആ കൃപ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ഭട്ടതിരി അത് പറഞ്ഞില്ലേ, പാടിയില്ലേ? ആ കാരുണ്യം, ഭഗവത് കാരുണ്യം, അത് ചോദിച്ചു വാങ്ങണമെന്ന് തോന്നണ്ടേ? വേറെ ഒന്നും തനിക്ക് വേണ്ട. അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനാണ് നിഷേധിച്ചത്. അച്ഛൻ്റെ മടിയിലൊന്നും ഇരിക്കണം എന്നുള്ളൊരു ചെറിയൊരു മോഹം, അതും വെച്ച് പോയി. ഈശ്വരനെ കണ്ടാൽ അത് സാധിക്കും, വേറെ ആരെ കണ്ടാലും അത് സാധിക്കില്ല. സിമ്പിളാണ്. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം, അതിനെ ഈശ്വരനെ കാണാൻ പോണത്. അതിനെ ആശ്രയിച്ചു ഈശ്വരനെ. ഈശ്വരൻ മടിയിലല്ല, വൈകുണ്ഠത്തിന്റെ തൊട്ടു താഴെ ഒരു ലോകം പ്രത്യേകം സൃഷ്ടിച്ച് കൽപ്പാവസാനം വരെ നീ ഇവിടെ ഇരിക്കുക.
എനിക്ക് എപ്പോഴും നിന്നെ അനുഗ്രഹിക്കണം. നിനക്കാണോ എൻ്റെ പാദ പ്രക്ഷാളനം ചെയ്ത ജലം എപ്പോഴും ശിരസാ വഹിച്ചുകൊണ്ടിരിക്കണം. അത് രണ്ടും കൂടി അങ്ങ് സാധ്യമാക്കി കൊടുത്തു നോക്കി നോക്കും. അതാണ് അതുപോലെ ചരിത്രം. അതാണ് അടുത്ത 2 അധ്യായങ്ങളിലായിട്ട് വന്നിരിക്കുന്നത്. നമോ ഭഗവതേ വാസുദേവായ. അഥാഷ്ടമോധ്യായ. മൈത്രേയ ഉവാച സനകാദ്യ നാരദശ്ചതുർഹം സ്വാരുനിര്യതി നൈതേ ഗൃഹാൻ ബ്രഹ്മസുധാഹ്യാവസന്നൂർധ്വയതസ വൃഷാധർമ്മസ്യ ഭാര്യാസീൽ ദംഭം മായാം ച ശത്രുഹൻ അസൂതമിഥുനം തത്തു നിരുദർജഗൃഹേ പ്രജ തയോഃ സമഭവല്ലോഭോ നികൃതിശ്ച മഹാത്മദേതാഭ്യാം ക്രോധശ്ച ഹിംസാ ച യദ്ദുരുക്തി സ്വസാ കലി ദുരുക്തൗ കലിരാധത്തഭയം മൃത്യും ച സത്തമാ തയോശ്ച മിഥുനം യജ്ഞേയാതനാ നിരയസ്തഥാ സംഗ്രഹേണ മയാഖ്യാത പ്രതിസർഗസ്തവാനഘ ത്രിശ്രുത്വൈതൽപുമാൻ പുണ്യം വിധുനോത്യാത്മനോമലം തഥാത കീർത്തയ വംശം പുണ്യകീർത്തേഃ കുരുദ്വഃ സായംഭുവസ്യ മനോരഹം ഹരേരംശാംശജന്മന പ്രിയപ്രദോത്ഥാനപാദോഷതരൂപാപതേ സ്തുതൗ വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതസ്ഥിതൗ ജായേ ഉത്ഥാനപാദസ്യ സുനീതി സുരുചിസ്തയോഃ സുരുചിഃ പ്രേയസീ പത്യുർനേതരായൽ സുതോ ധ്രുവ ഏകദാ സുരുചേഃ പുത്രമംഗമാരോപ്യലാളയൻ ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത തഥാ ചികീർഷമാണന്തം സപത്ന്യാസ്തനയം ധ്രുവം സുരുചിഃ ശൃണ്വതോ രാജ്ഞസ്യ ഋഷ്യാമാഹാദിഗർവിദ നവത്സനൃപതേർധിഷ്ണ്യം ഭവാനാരോഢുമർഹതി ന ഗൃഹീതോ മയാ യത്വം കുക്ഷാവപി നൃപാത്മജ ബാലോസി പതനാത്മാനമന്യസ്ത്രീഗർഭസംഭൃതം നൂനം വേദ ഭവാന്യസ്യ ദുർലഭേ അർത്ഥേ മനോരഥ തപസാ ആരാധ്യ പുരുഷം തസ്യേവാനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നിർവാസനം. മൈത്രേയ ഉവാച മാതുഃ സപത്ന്യാഃ സദുരുക്തിവിദ്ധ ശ്വസൻഷാദണ്ഡഹതോ യഥാഹി ഹിത്വാമിഷന്തം പിതരം സന്നവാചം ജഗാമമാതുഃ പ്രരുദം സകാശം തം നിശ്വസന്തം സ്ഫുരിതാധരോഷ്ഠം സുനീതിരുത്സംഗ ഉദൂഹ്യബാലം നിശമ്യതൽ പൗരമുഖാന്വിതാന്തം സാ വിദ്യഥേ യദ്ഗതിതം സപത്ന്യാ സോത്സൃജ്യധൈര്യം വിലലാപശോകാദാവാഗ്നിനാ സോത്സൃജ്യധൈര്യം വിലലാപശോകതാവാഗ്നിനാദാവലതേവ ബാല വാക്യം സപത്ന്യാഃ സ്മരതി സരോജ ശ്രിയാ ദൃശാ ബാഷ്പകലാമുവാഹ ദീർഘം ശ്വസന്തി വൃജനസ്യ പാലമപശ്യതി ബാലകമാഹബാല മാമംഗളം താത് പരേഷു മംസ്ഥാഭും കൃതേജനോയിൽ പരദുഃഖതസ്ഥൽ സത്യം സുരുച്യാഭിഹിതം ഭവാന്മേയൽ ദുർഭഗായ ഉദരേ ഗൃഹീത സ്തന്യേന ബദ്ധസ്ഥൈലജ്ജതേയാം ഭാര്യേതി വാവോടുഗോഢുമിടസ്പതിർമാം ആദിഷ്ഠതത്താദവിമത്സരസ്തു മുക്തം സമാത്രാവിയതവ്യലീകം ആരാധയാധോക്ഷജപാദപത്മം യദീച്ഛസേ അധ്യാസനോത്തമോ യഥാ യസ്യാംഘ്രിപത്വം പരിചര്യ വിശ്വവിഭായനായാത്തഗുണാഭിഭക്തേഃ അജോധ്യതിഷ്ഠൽ ഖലു പാരമേഷ്ഠ്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യാ പുരുദക്ഷിണൈർമഖൈഃ ഇഷ്ട്വാഭിഭേദേ ദുർവാപമന്യതോ ഭൗമം സുഖം ദിവ്യമഥാപവർഗ്യം തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭിർമൃഗ്യപദാബ്ജപദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്സ പൂരുഷം നാന്യം തതഃ പത്മവലാശലോചനാ ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന യോ മൃഗ്യതേ ഹസ്തഗൃഹീതപത്മയാ ശ്രിയേതരൈരംഗമൃഗ്യമാണയാ. മൈത്രേയ ഉവാച ഏവം സഞ്ചൽപിതം മാതുരാകർണ്യാർത്ഥാഗമം വച സംനിയമ്യാത്മനാത്മാനം നിശ്ചക്രാമവിദുഃ പുരാൽ നാരദസ്തതുപാകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ട്വാ മൂർധന്യഘഘ്നേന പാണിനാ പ്രാഹവിസ്മിത അഹോ തേജഃ ക്ഷത്രിയാണാം മാനഭംഗമോ ദൃശ്യതാം ബാലോക്യം ഹൃദാ ദത്തേൽ സമാതുരസദ്വജ. നാരദ ഉവാച നാധുനാപ്യവമാനന്ദേ സമ്മാനം വാദിപുത്രക രക്ഷയാമ കുമാരസ്യ സകതസ്യ ക്രീഡനാദിഷു വികൽപേ വിദ്യമാനേപി ന ഹസന്ത്യോ പുംസോ മോഹമൃതേ ഭിന്നായ ലോകേ നിജകർമ്മഭി പരിദുഷ്യേത്തതസ്താദ താവന്മാത്രേണ പൂരുഷ ദൈവോപസാദിതം യാവൽ വീക്ഷ്യേശ്വരഗതിം ബുധ അഥമാത്രോപദിഷ്ടേന യോഗേനാപരുത്സസി യൽപ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമ വിനയഃ പദവീന്യസ്യ നിസ്സംഗേന ഒരു ജന്മഭി നവിദുർമൃഗയന്തോപി തീവ്രയോഗസമാധിന അതോ നിവർത്തതാമേഷ ദുർബന്ധസ്തവ നിഷ്ഫല
യതിഷ്ഠതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ യസ്യൽ ദൈവവിഹിതം സതേന സുഖദുഃഖയോഃ ആത്മാനം ദോഷയൻ ദേഹി തമസഃ പാരമുച്ഛതി ഗുണാധികാന്മതം ലിപ്സേദനുക്രോശം ഗുണാധമാൽ മൈത്രീം സമാനാതന്വിച്ഛേന്ന താപൈരഭിഭൂയത്തെ ധ്രുവ ഉവാച സോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിതഃ കൃപയാ പുംസാം ദുർദർശോऽസ്മദ്വിധൈസ്തുയഃ അഥാപി മേ അവിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷ സുരുച്യാ ദുർവചോ ബാണിർനഭിന്യേ ശ്രയത്തെ ഹൃദി പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോഃ സാധുവർത്തുമഗ്നേ ബ്രൂഹ്യസ്മൽ പിതൃഭിർബ്രഹ്മണ്യനൈരപ്യനധിഷ്ഠിതം നൂനം ഭവാൻ ഭഗവതോ യോऽംഗജഃ പരമേഷ്ഠിന വിദുതന്നടത്തെ വീണാം ഹിതാർത്ഥം ജഗതോർക്കവൽ മൈത്രേയ ഉവാച ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാ പ്രീതഃ പ്രത്യാഹതം ബാലം സദ്വാക്യമനുകമ്പയാ നാരദ ഉവാച ജനന്യാഭിഹിതപന്ഥാ സവൈ നിശ്രേയസസ്യതേ ഭഗവാൻ വാസുദേവസ്തം ഭജ തൽപ്രവണാത്മന ധർമാർത്ഥകാമമോക്ഷാഖ്യം യൈച്ഛേച്ഛ്രേയാത്മന ഏകമേവ ഹരേസ്തത്ര കാരണം പാദസേവനം തത്രാഗച്ഛ ഭദ്രം യമുനായാസ്തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേഃ സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ദ്യാഃ സലിലേ ശിവേ കൃത്വോചിതാനി നിവസന്ന ആത്മനഃ കൽപിതാസന പ്രാണായാമേന കൃപതാ പ്രാണേന്ദ്രിയമനോമലം ശനേരജുദസ്യാഭിധ്യായേൻ മനസാ ഗുരുണാ ഗുരും പ്രസാദാഭിമുഖം ശശ്വൽ പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ഠേക്ഷണാധരം പ്രണതാശ്രയണം നിർമ്മണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപത്മേരഭിവ്യക്തചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം കാഞ്ചീകലാപപര്യസ്തം ലസൽകാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പദ്ഭ്യാം നഖമണിശ്രേണ്യ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പത്മകർണികാധിഷ്ണ്യമാക്രമ്യാത്മന്യവസ്ഥിതം സ്മയമാനമഭിധ്യായേൽ സാനുരാഗാവലോകനം ദീയതേനൈകഭൂതേന മനസാ വരദർഷഭം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോമന നിർവൃത്യാപരയാ പൂർണ്ണം സമ്പന്നം ന നിവർത്തതേ ജപ്യശ്ച പരമോ വിഹ്യശ്രൂയതാം മേ നൃപാത്മജ യം സപദരാത്രം പ്രപഠൻ പുമാൻ പശ്യതി ഖേചരാൻ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രേണാനേന ദേവസ്യ കുര്യാൽ ദ്രവ്യമയ്യം ബുധ സപര്യാം വിവിധൈർദ്രവ്യർദേശകാലവിഭാഗവിൽ സലിലൈശ്ചുചിഭിർമാല്യേർവന്യേർമൂലഫലാദിവി ശസ്താങ്കുരാം ശുകൈശ്ചാർച്ചേ തുളസ്യാ പ്രിയയാ പ്രഭും ലബ്ധ്വാ ദ്രവ്യമയീമർച്ചാം ക്ഷിത്യംബുവാദിഷു ആർച്ചയേൽ ആഭൃതാത്മാമനുഷ്യാന്തോ യഥവാങ്മിതവന്യഭുക് സ്വേച്ഛാവതാരചരിതൈരചിന്യ നിജമായയാ കരിഷ്യത്യുത്തമശ്ലോകസ്ഥധ്യായേർധൃതേംഗമം പരിചര്യാ ഭഗവതോ യാവത്യഃ പൂർവസേവിതാഃ താമന്ത്രഹൃദയേനൈവ പ്രയുഞ്ജ്യാൻ മന്ത്രമൂർത്തയേ ഏവം കായേന മനസാ വചസാ ച മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമൽ പരിചര്യയാ പുംസാമായി നാം സമ്യക് ഭജതാം ഭാവവർദ്ധന ശ്രേയോ ദിശത്യഭിമതം യദ്ധർമാദിഷു ദേഹിനാം വിരക്തശ്ചേന്ദ്രിയരതോ ഭക്തിയോഗേന ഭൂയസ തം നിരന്തരഭാവേന ഭജേതാദ്ധാവിമുക്തയെ ഇത്യുക്തസ്ഥം പരിക്രമ്യ പ്രണമ്യ ച നൃപാർഭക തയോ മധുവനം പുണ്യം ഹരേശ്ചരണദർശിതം തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോ അന്തഃപുരം മുനിഃ അർഹിതാർഹണകോ രാജ്ഞാ സുഖാസീന ഉവാചതം നാരദ ഉവാച രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാ നരിഷ്യതേ കാമോ ധർമ്മോ വാർത്ഥേന സംയുത രാജോവാച സുതോ മേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേന അകരുണാത്മനാ നിർവാസിതഃ പഞ്ചവർഷഃ സഹ മാത്രാ മഹാൻ കവി അപ്യനാഥം മനെ ബ്രഹ്മന്മാസ്മാദന്ത്യർഭകം മൃഗാഃ ശ്രാന്തം ശയാനം ക്ഷുയിതം പരിമ്ലാനമുഖാംബുജം അഹോ മേ ബദദൗരാജ്ഞ്യം സ്ത്രീജിതസ്യോപധാരയ യോംഗം പ്രേമ്ണാരുരുക്ഷന്തം നാഭ്യനന്ദമസത്തമ നാരദ ഉവാച മാമാശുജസ്വതനയം ദേവഗുപ്തം നിശാംപദേ തൽപ്രഭാവമവിജ്ഞായ പ്രാവൃന്തേ യദ്യശോചകൽ സുദുഷ്കരം കർമ്മ കൃത്വാ ലോകപാലയ വിപ്രഭു ഏഷ്യത്യജിരതോ രാജൻ യശോ വിപ്രയം സ്തവ മൈത്രേയ ഉവാച ഇത് ദേവർഷിണ പ്രോക്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മീമനാദൃത്യ പുത്രമേവ അന്വചിന്തയൽ തത്രാഭിഷിക്ത പ്രയതസ്താമുപോഷ്യ വിഭാവരീം സമാഹിത പര്യചരദൃശ്യാച
പര്യചരദൃശ്യാദേശേന പൂരുഷം ത്രിരാത്രാന്തരേകവിദ്ധവദരാശന ആത്മവൃത്തി അനുസാരേണ മാസം നിന്യേർച്ചയം ഹരിം ദ്വിതീയം ച തഥാ മാസം ഷഷ്ഠേർഭഗോദിനെ തൃണപർണാദിഭിശീർണൈഃ കൃതാന്നോഭ്യർച്ചയൽ വിധും തൃതീയം ച ചാനേന്മാസം നവമേ ഹനി അഭക്ഷ ഉത്തമശ്ലോകമുപാധാവൽ സമാധിന ചതുർത്ഥമപി വൈ മാസം ദ്വാദശേ ഹനി ആയുഭക്ഷോജിതശ്വാസോധ്യായം ദേവമധാരയൽ പഞ്ചമേ മാസ്യനുപ്രാപതേ ജിതശ്വാസോ നൃപാൽപജ ധ്യായൻ ബ്രഹ്മപദൈകേന തസ്ഥൗ സ്ഥാണുവിപാചല സർവതോ മനാകൃഷ്യ ഹൃദി ഭൂതേന്ദ്രിയാശയം ധ്യായൻ ഭഗവതോ രൂപം നാദ്രാക്ഷീൽ കിഞ്ചനാപരം ആധാരം മഹദാദീനാം പ്രധാനപുരുഷേശ്വരം ബ്രഹ്മധാരയമാണസ്യ ത്രയോ ലോകാശ്ച കമ്പിരേ യദൈകപാദേന സവാർത്ഥവാർദ്ധകസ്ഥസ്ഥൗ തദംഗുഷ്ഠനിപീഡിതാമഹീ നാമതത്രാർദ്ധമിവേന്ദ്രധിഷ്ഠിതാതരേവ സവ്യേതരതഃ പദേ പദേ തസ്മിന്നഭിധ്യായതി വിശ്വമാത്മയോ ദ്വാരനിരുദ്ധ്യാ സുമന്യയാധിയാ ലോകാനിരുച്ഛ്വാസ നിപീഡിതാ പ്രശംസലോകപാലാഃ ശരണം യയുർഹരിം ദേവാ ഊജു നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരസ്യാഖിലസത്വധാമ്ന വിധേഹി തന്നോ വൃജിനാൽ വിമോക്ഷം പ്രാപ്താവയം ത്വാം ശരണം ശരണ്യം ശ്രീഭഗവാനുവാച മാഭീഷ്ടപാലം തപസോ ദുരിത്യാ നിവർത്തയിഷ്യേ പ്രതിയാതസ്വദാമ യാദോ ഹിവ പ്രാണനിരോധാസീദൗത്താനപാതിർമയ സംഗതാത്മാ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായാം ചതുർത്ഥസ്കന്ധേ ദ്രോചരിതേ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തപസ്സനുഷ്ഠിക്കുന്ന ധ്രുവകുമാരന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതും ആ ഭഗവാനെ എന്താ ചെയ്യേണ്ടതെന്ന് ചൊല്ലാണ്ട ധ്രുവകുമാരൻ ചുംബിക്കണോ, കെട്ടിപ്പിടിക്കണോ, കാൽക്കൽ വീഴണോ, എന്തൊക്കെ പറയേണ്ടതെന്ന് ചൊല്ല. അങ്ങനെ ഇരിക്കുന്ന ആ ധ്രുവകുമാരന്റെ കവിളില് ശംഖോണ്ടൊന്ന് തലോടിയപ്പോ ആ ധ്രുവകുമാരന്റെ ഹൃദയത്തിൽ നിന്ന് പരാപശ്യന്തി മധ്യമാ വൈഖരിയായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് പുറത്ത് ചാടി എന്ന് പറയാ. വാക് സ്വരൂപത്തില് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമായി. ഈ തലോടൽ കാരണം വാക്കാകുന്ന ഭഗവാൻ യോന്തപ്രവിശ്യമവാചമിമാം പ്രസുപ്താൻ, ഉറങ്ങിക്കിടന്നേർന്ന് എന്റെ വാക്കുകൾ ഇപ്പൊ എവിടുന്നാ വരുന്നത് എന്ന് ധ്രുവൻ പറയണത് തന്നെയാണ്. എന്റെ ഉള്ളിൽ നിന്ന് എന്താ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടം വാക്ക് പറയണത്? ഞാൻ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് എന്തോ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ വാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ധ്രുവന്റെ സ്തുതി ഭഗവാൻ അനുഗ്രഹിച്ചു. രാജ്യം അനവധി കാലം നീ ഭരിക്കും, അതിനുശേഷം നിനക്കുള്ളൊരു ലോകം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ആയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നവമോധ്യായ മൈത്രേയ ഉവാച തയേവമുത്സന്നഭയാ ഉരുക്രമേ കൃതാവനാമ പ്രയോസ്ത്രിവിഷ്ടപം സഹസ്രശീർഷാവിതോഗരുന്മതാമധോർവനം വൃത്യതിക്ഷയാഗത സവൈധിയാ യോഗവിഭാഗതീവ്രയാ പത്മഗോചേ സ്ഫുരിതം തടിത്പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തദ്ദർശനേനാഗത സദ്വസക്ഷിതാവവന്ദതാംഗം വിനിമയ്യ ദണ്ഡവത് ദൃഗ്ഭ്യം പ്രപശ്യൻ പ്രതിപന്നവാഭവ ചുംബന്നിവാസ്യേന ഭുജൈവാശ്രവൻ സതം വിവക്ഷന്തമതദ്വിധം ഹരി ജ്ഞാത്വാസ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിത കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാ പസ്പർശബാലം കൃപയാ കപോലേ സ വൈ തദൈവ പ്രതിപാദിതം ഗിരം ദൈവീം പരിജ്ഞാതപരാത്മനിർണയ തം ഭക്തിഭാവോഭ്യഗൃണാദസ്വ അസത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതി ധ്രുവവാച യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്ത്യാ മായാഖ്യയോരുഗുണയാ മഹദാദ്യശേഷം
സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദസദ്ഗുണേഷു നാനേവ ദാരുഷു വിഭാസി ത്വദ്ദത്തയാ വൈനയേതമജഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാദഭവത്പ്രപന്ന തസ്യാപവർഗ്യശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതപിതാ കഥമാപ്തബന്ധോ നൂനം വിമുഷ്ടമതയസ്തവ മായയാ തേ യേതാം ഭവാപ്യയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപകതരും ഗുണപോപഭാഗ്യമിച്ഛന്തി ഗുണപഭോഗ്യം ഉപഭോഗ്യമിച്ഛന്തി യത്സ്പർശജം നിരയേ വിതൃണാം യാ നിർവൃതിസ്തനുഭൃതാം തവ പാദപത്മധ്യാനാത് ഭവജ്ജനകഥാശ്രവണേന വാസ്യാൽ സാ ബ്രഹ്മണി സ്വമഹിമാന്യവിനാഥ ഭൂയാത് കിം അന്ധകാസിരുണിതാത് പതതാം വിമാനാത് ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാനന്തമഗതാമമലാശയാനാം ഏനാഞ്ജസോൽപണമുരുവ്യസനം ഭവാബ്ധിം നേക്ഷ്യേ ഭവത്ഗുണകഥാമൃതപാനമത്ത തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം യേ ചാന്വതസ്തുതസുഹൃദ്ഗൃഹവിത്തധാരാ യേ ത്വം ജനാമ ഭവദീയ പദാരവിന്ദസൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗ തിര്യംഗദ്വിജസരീതൃപദൈവ ദൈത്യമർത്യാദിഭിः പരിചിതം സദസദ്വിശേഷം രൂപം സ്തവിഷ്ടമജ തേ മഹദാദ്യനേകം നാദപരം പരമവേദ്മി നയത്ര വാദ കൽപ്പാന്തയേതദഖിലം ജഠരേണ ഗൃഹ്ണൻ ഛേദേ പുമാൻ സോദൃഗാനന്ദസഖസ്തതംഗേ യന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ ത്വം നിത്യമുക്തപരിശുദ്ധ വിബുദ്ധ ആത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ ശ്രദ്ധീശ യദ്ഭുത്യവസിതസ്ഥിതിമഖണ്ഡിതയാ സുദൃഷ്ട്യാ ദ്രഷ്ടാ ചിതാവതിമഖോ വ്യതിരിക്താസേ യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം വദന്തി വിദ്യാധയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യമാനന്ദമാത്രമവികാരമഖം പ്രപദ്യേ സത്യാശിഷോ ഹി ഭഗവൻ സവപാദപത്മമാസീതദാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാസ്വേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ മൈത്രേയ ഉവാച അഥാ വിഷ്ണുദയേമവൈസൽസംകൽപ്പേന ധീമതാ വൃത്യാനുരുക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത് ശ്രീഭഗവാനുവാച വേദാഹം തേ വ്യവസിതം ഹൃതിരാജന്യബാലക തത്പ്രയച്ഛാമി ഭദ്രം തേ ദുരാപമപി സുവ്രത നാന്യേകധിഷ്ഠിതം ഭദ്രായദ്ഭാജിഷ്ണുധ്രുവക്ഷിതി യത്ര ഗ്രഹക്ഷതാരാണാം ജ്യോതിഷാം ചക്രമാഹിതം മേഢ്യാം ചക്രവത്സാസ്നോ പരസ്താത് കൽപ്പവാസിനാം ധർമ്മോഗ്നികശ്യപശുക്രോ മനയോ യേവനോഗസ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമദോ യൽ സതാരക പ്രസ്ഥിതേതു വനം വിത്രാദിത്വാ ഗാം ധർമ്മസംശ്രയ ഷട്ത്രിംശദ്വർഷസാഹസ്രം രക്ഷിതാ വ്യാഹതേന്ദ്രിയ ത്വദ്ഭ്രാതരേത്യുത്തമേ നഷ്ടേ മൃഗായാം തു തന്മന അന്വേഷം ജീവനം ആദാതാവാഗ്നിം സാ പ്രവേക്ഷ്യതി ജുഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞൈ പുഷ്കരദക്ഷിണേ ഭുക്ത്വാ ജേഹാചുരഃ സത്യ അന്തേ മാം സംസ്മരിഷ്യസി തതോ ഗന്ധാസി മത്സാനം സർവലോകനമസ്കൃതം ഉപരിഷ്ടാ ദൃഷ്ടിഭ്യസ്ത്വം യതോ നാവർത്തതേ ഗത മൈത്രേയ ഉവാച ഇത്യർച്ചിതസ്സ ഭഗവാൻ അതിദിശ്യാത്മനഃ പദം ബാലസ്യ പശ്യതോ ധാമാൻ സുമഗതാദ്യരുഡധ്വജ സോപി സങ്കൽപ്പജം വിഷ്ണോ ബാലസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം നാദിപ്രീതോഭ്യഗാത് പുരം വിതരോവാച സുദുർലഭം യത്പരമം പദം ഹരേർമയാ വിനസ്തച്ചരണാർച്ചനാർജിതം ലബ്ധ്വാപ്യ സിദ്ധാർത്ഥമിവൈകജന്മനാ കഥം സ്വാത്മാനം അനന്യഥാർത്ഥവിത് മൈത്രേയ ഉവാച മാതുസ്സവത്യാ വാഗ്ബാണേർഹൃദി വിദ്ധസ്തു താൻ സ്മരൻ നൈച്ഛമുക്തിം വദേർമുക്തിം തസ്മാത് താപമപേയുവാൻ ധ്രുവ ഉവാച സമാധിനാനൈകഭവേന യത്പദം വിദുസ്സനന്ദാദയ ഊർധ്വരേതസ മാസൈരഹം ഷഡ്ഭിരമുഷ്യപാദയോ ഛായാമുമേത്യാവഗത പ്രഥന്മതി അഹോ ബദ മമ അനാത്മ്യം മന്ദഭാഗസ്യ പശ്യതാ ഭവച്ഛിദപാദമൂലം ഗത്വാ യാജേയദന്തവത് മതിർവിദൂഷിതാ ദേവേർപദദ്ഭിരസഹിഷ്ണുഭിः യോ നാരദവജസ്തത്യം നാഗ്രാഹിഷമസത്തമ ദേവീം മായാമുപാശ്രിത്യ പ്രസുപ്തൈവ ഭിന്നദൃക് തപ്യേതിദീയേപ്യസതി ഭ്രാതൃഭ്രാതവ്യധിദ്രുജ
मयि तत्प्रार्थितं व्यक्तं चिकित्सेवगदायुषी प्रसाद्य जगदात्मानं तपसा दुष्प्रसादनं भवच्छिदमया चेकं भवं भाग्यविवर्तिता स्वाराज्यं यच्छतो मौढ्यान्मानो मे भिक्षितो वद ईश्वरात् क्षीणपुण्येन बलीकारानिवाधन मैत्रेय उवाच न वै मुकुन्दस्य पदारविन्दयोरजोजुषस्तादभवादृशो जना वाञ्छन्ति तद्दास्य कृतेऽर्थमात्मनो यदृच्छया लब्धमनः समर्थया आकर्ण्यात्मजमायान्तं संवरेत्य यथागतं राजा न श्रद्धते भद्रमबद्धस्य कुतो मम श्रद्धया वाक्यं देवर्षेर्हर्षवेगेन दर्शिता वार्ता हर्तुरधिप्रीदोहारं प्रादान्महाधनं सदस्यं रथमारुह्य कार्तस्वरपरिष्कृतं ब्राह्मणैर्कुलवृद्धैश्च पर्यस्तोमात्यबन्धुभिः शङ्खदुन्दुभिनादेन ब्रह्मघोषेण वेणुभिः निश्चकामपुरात्तूर्णमात्मजा भीक्षणोत्सुका सुनीतिसुरिजस्यास्यामविष्ट्योरुग्मभूषिते आरुष्यशिबिकां सार्धमुक्तेन उत्तमेनाभिजग्मधु तं दृष्टो पवनमभ्यास आयां तं तरसारथात् अवरिष्य निपस्तूर्णमासाद्य प्रेमविकुला परिरेभेऽङ्गजं दोर्भ्यां दीर्घोत्कण्डमनाश्वसन् विक्षुत्सेनाङ्घ्रि संस्पर्श कदाशेषाघबन्धनम् मूर्धन्यी शीतेर्नयनवारिभिः स्नापयामास तनयं जातोद्दाम मनोरथ अभिवन्द्यविदुःपादावाशीभिर्चाभिमन्त्रिता ननाममादरो शीर्ष्णा सत्कृतस्तज्जनाग्रणी सुरुचिस्तं समुत्थाप्य पादावनतमर्भगम् परिषुद्योहजीवेदी बाष्पगद्गदया गिरा यस्य प्रसन्नो भगवान् गुणैर्मैत्रादिभिर्हरे हरि तस्मै नमन्दिभूतानि निम्नमाव इव स्वयम् उत्तमश्च ध्रुवोश्चोभावन्योन्यं प्रेम विकुलौ अङ्कसङ्गादुत्पुलगा वस्रौघं मुहुरूहदो सुनीतीरस्य जननी प्राणेभ्यो विप्रियं सुतम् उपगुह्यजहावादिं तदङ्गस्पर्शनिर्वृता पयस्तनाभ्यां दुस्रावा नेत्रजैर्सलिले शिवै तथा विषिच्यमानाभ्यां वीरवीरसुवोमुः तां शजं सार्जुना राज्ञीं दृष्ट्या ते पुत्रार्तिहा प्रतिलब्धश्चिरं नष्टो रक्षिता मण्डलं भुव अभ्यर्चितस्त्वया नूनं भगवान् प्रणदार्तिहा यदनुध्यायिनो धीरा मृत्युं जिज्ञस्तु दुर्जयं लाल्यमानं जनेरेवं ध्रुवं सभ्रातरं नृप आरोप्यकरणीं सृष्टस्तूयमानो विशत्पुरं तत्र तत्रोपसंक्लुप्तेर्लसन्मकरतोरणैर् स्ववृन्दैर्गदलिस्तम्भैर्पूगोबोधैश्चलितद्विधैर्चूदपल्लववास्रङ्गैर्मुक्तादामविलम्भिभिः उपस्कृतं प्रतिद्वारमपां कुम्भैर्सदीपकैर् प्राकारेर्गोपुरागारैर्चालकुम्भपरिच्छदैर् सर्वदोलङ्कृतं श्रीमद्विमानश्चिखरद्युभिः मृष्टचत्वरथ्यार्थमार्गं चन्दनदर्चितं लाजाक्षदैर्पुष्पफलैस्तण्डुलैर्परिभिर्युतं ध्रुवाय परिधृष्टाय तत्र पुरस्त्रिया सिद्धार्थाक्षदध्यम्बु दुर्वा पुष्पफलानि जा उपजकृप्रयुञ्जानावात्सल्यादाशिषस्सदि शृण्वन्स्तद्वल् अङ्गुगीतानि वल्गुगीतानि प्राविशद्भवनं विदो महामणिवादमये सतस्मिन् भवनोत्तमे लालितो निद्रां पित्रा न्यवसद्दिविदेववत् वयभ्येन निवाशय्यादान्दारुग्मपरिच्छदा आसनानि महार्हाणि यत्र रक्मा उपस्करा यत्र स्फटिकबुद्धेषु महामारकदेषु च मणिप्रदीपा आभादीरगणारत्नसंयुधा उद्यानानि निरम्यामि विचित्रैरमरद्रुमैर् पूजद्युहङ्गमिथुनैर्गायन् मत्तमधुव्रतैर् वाप्यो वैडूर्य सोपाना पद्मोत्पलकुमुद्वदी हंसकारण्डवकुलैर्जुष्टा चक्रासारसैः उत्तानपादो राजर्षिप्रभावं तनयस्य तं श्रुत्वा दृष्ट्वाद्भुततमं प्रपेदे विस्मयं परं वीक्षोद्धवे तं च प्रकृतीनां च सम्मदम् अनुरक्तप्रजं राजा ध्रुवं चक्रे भुवक्पदिम् आत्मानं च प्रवेशमाकलय्य विशाम्बदिं वनं विरक्तप्रातिष्ठन् विमर्शन्नात्मनो गतिम् श्रीहरये नमः इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे ध्रुवराज्याभिषेकवर्णनं नाम नवमोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं ഗോവിന്ദ ഗോവിന്ദ. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനെ നിഷേധിച്ചപ്പോൾ തൻ്റെ ഉള്ളിലുള്ള രജോഗുണം മുഴുവനെ പുറത്തേക്ക് കൊണ്ട് വന്നു.
ചെറിയമ്മ പറഞ്ഞു, നീ രാജാവാകണമെങ്കിൽ തന്നെ പോയി ചത്തിട്ട് ഈശ്വരനെ ഭജിച്ച് ചത്തിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കും, എന്നാലേ നിനക്ക് രാജാവാൻ തന്നെ പറ്റും. പിന്നെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കും. നീയൊക്കെ ശപിക്കപ്പെട്ടവളുടെ മകനല്ലേ. ഇങ്ങനെയൊക്കെ വാക്കുകൾ കേട്ടാ അത് മുഴുവനെ രജോഗുണം മുഴുവൻ ഈശ്വരനെ ആരാധിക്കാമെന്ന് എടുത്തു. നാരദൻ പറഞ്ഞ രീതിയിൽ ഭഗവാനെ ആരാധിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ആ ഉള്ളില് ഈ ഒരു വിഷമമുണ്ടല്ലോ, അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള, അത് തടഞ്ഞതിലുള്ള വിഷമം ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കുമ്പോഴുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഭഗവാൻ അനുഗ്രഹിച്ചു. അനവധി കാലം രാജ്യം ഭരിക്കാനുള്ള ഗതികേടെന്നാണ്. അങ്ങനെ അനുഗ്രഹിച്ചാണ് പോയപ്പോൾ തന്നെ ധ്രുവകുമാരൻ പറയുന്നുണ്ട്, ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ തൃപ്പാദത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം, യോഗീന്ദ്രാണാം, യോഗി ഇന്ദ്രന്മാർ, യോഗികൾ എന്നല്ല, യോഗ അതിൽ അഭ്യസിച്ച അതിൻ്റെ ശ്രേഷ്ഠന്മാര്, അവർക്ക് എന്താ വേണ്ടു? ആ പാദം വേണ്ടു, വേറെ ഒന്നും വേണ്ട. അവിടെ ധ്രുവകുമാരൻ അങ്ങടെ എത്തി. എന്നിട്ടോ ചോദിച്ചതോ ഇല്ലേ മനസ്സിൽ വിചാരിച്ചതോ അച്ഛൻ്റെ പണി കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു ട്യൂബ് പെണ്ണ് തരുമോ നീ ചോദിച്ചാലോ? അതുപോലെ ഈ എന്നാണ് ധ്രുവകുമാരൻ തന്നെ പറയണത്. ഞാൻ എന്തെങ്ങനെ ചെയ്തേന്നാണ്, വിമന അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോഴേക്കും വലിയ സ്വീകരണമായി. അതൊക്കെ ശരിയാണ്. അച്ഛൻ കേമായിട്ട് സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ കൊട്ടാരത്തിലുള്ളവരും അതുപോലെ രാജ്യത്തുള്ളവരൊക്കെ ഉണ്ണിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചതൊക്കെ ഇപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായി അവർക്കൊക്കെ. അതൊക്കെ ശരിയാണ്. ഈ ഉണ്ണിയെ തന്നെ രാജാവാക്കി. ഉത്താനപാദൻ കാട്ടിലേക്ക് പോയി, അദ്ദേഹത്തിൻ്റെ വഴിക്കും പോയി. പിന്നെ ധ്രുവകുമാരൻ്റെ രാജ്യഭാരം വേണ്ട രീതിയിൽ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം തൻ്റെ അനിയനായിട്ടുള്ള ഉത്തമൻ നായാട്ടിന് പോയപ്പോൾ ഒരു യക്ഷൻ ആളറിയാണ്ട് അയാളെ കൊന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അമ്മ, ഉത്തമൻ്റെ അമ്മ പിന്നാലെ പോയപ്പോൾ കാട്ടുതീയപ്പെട്ടിട്ട് ആ അമ്മയും മരിച്ചു. ഇതിലങ്ങോട്ട് ക്ഷോഭിച്ചു എന്നാണ് ധ്രുവൻ. തൻ്റെ സംരക്ഷണത്തിലുള്ള ഇവര് ഇങ്ങനെ അപകട മരണം വന്നതിൽ തനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അങ്ങനെ യക്ഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്നതായിട്ടുള്ളൊരു തീരുമാനത്തിൽ അളകാപുരി അങ്ങോട്ട് വളഞ്ഞ് അതിഗംഭീര യുദ്ധം ചെയ്യുന്നതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷോഭം എന്ന് പറയുന്നത് നോക്കൂ, രജോഗുണം ആദ്യം ഈശ്വരഭജനത്തിൽ ഉപയോഗിച്ചു. അത് വേണ്ട രീതിയിൽ എത്തിച്ചില്ല. അത് കുറച്ച് അബദ്ധം പറ്റി. ഇപ്പം അത് ആദ്യം ആ രജോഗുണപ്പം എന്തായി നേരെ വിരോധത്തിലേക്കാണ് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അതിഗംഭീര യുദ്ധം. യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ഒരു യക്ഷനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ഒരാൾക്കും സാധ്യമല്ല. അത്ര ശക്തന്മാർ അളകാപുരിയിൽ ഇരിക്കുന്ന കുബേരൻ്റെ ഭൃത്യന്മാർ. അങ്ങനെയുള്ള യക്ഷന്മാരുടെ സൈന്യത്തെ എങ്ങനെ ഈ ധ്രുവൻ തടുത്തു നിർത്തിയത്? അത് ഋഷിവര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടായിരുന്നു എന്നാണ്. ആ യക്ഷന്മാർക്ക് നാശം വിതയ്ക്കാൻ ധ്രുവകുമാരന് കഴിഞ്ഞത് ആ കാട്ടിലുള്ള അളകാപുരിക്ക് സമീപമുള്ള കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷിമാര് അനുഗ്രഹിച്ചതാണ്. അവര് സഹതാപം തോന്നി. ഈ ഭഗവാന്റെ പാദങ്ങളിൽ എത്തിയിട്ടുള്ള ധ്രുവൻ യക്ഷന്മാരോട് തോൽക്കണ കാണാൻ അവർക്ക് വയ്യ. അതുകൊണ്ട് അവരവിടെ അനുഗ്രഹിച്ചു. അപ്പോൾ അവരെങ്ങനെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു. അവസാനം സ്വയംഭൂവനെന്ന് വന്നിട്ടാണ് അത് നിർത്തിക്കുന്നത്. അപ്പം ആ അതിഗംഭീര യുദ്ധമാണ് അടുത്ത അധ്യായത്തിൽ വന്നിട്ടുള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈധ്രുവ ഉപയേമേ ഭ്രമിന്നാമ തത്സുതോ കൽപ്പവത്സരോ ഇളായാമപി ഭാര്യായാം വായോഃ പുത്ര്യാം മഹാബല പുത്രമുർക്കലനാമാം യോഷിദ്രത്നമജീജനൽ ഉത്തമസ്തോ കൃതോദ്വാഹോ മൃഗയായാം ബലീയസ അധഃ പുണ്യജനേനാദ്രൗതന്മാദസ്യ ഗതിം വദ ധ്രുവോ ഭാഗവതം ശ്രുത്വാ ഗോപാമർഷസുജാർപ്പിത ജൈത്രം ചന്ദ്രമാസ്തായ ഗതഃ പുണ്യജനാലയം ഗത്വോദീചീന്ദു ശങ്കാചാരുദ്രാനുചരസേവിത തദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യകസങ്കുലാം
ദഗ്ധമൗശംഖം പ്രിയോദ്ബാഹുഖം ദിശശ്ചാനുനാദയൻ യേനോദ്വിഗ്നദൃശഃ ക്ഷത്തരുപദേവ്യോ പ്രസൻഭൃശം തതോ നിഷ്കർമ്മ്യബലിന ഉപദേവ മഹാഭടാഃ അസഹന്തസ്തന്നിനാദമഭിപേതുരുദായുധാഃ സതാനാപതതോ വീര ഉഗ്രധന്വാ മഹാരഥ ഏകൈകം യുഗവത്സർവാനഹൻ ബാണൈസ്ത്രിഭിസ്ത്രിഭിः ते वैरलाडलग्नैस्तैरिषुभिः सर्व एव हि मत्वा निरस्तमात्मानमाशंसन् कर्म तस्य तल् तेऽपि चामुममृष्यन्तः स्पादस्पर्शमिघोरगाः शरैरविभ्यन्युगपल्द्विगणं प्रचिकीर्षव ततः परिघनिस्त्रिंशैः प्रासशूलपरश्रुतैः शक्तदृष्टिभिर्भुजुण्डीभिः चित्रमाजैश्चरैरपि अभ्यवर्षन् प्रकुपिताः सरथं सहसारथिम् इच्छन्दस्तल्प्रतिकर्तुमयुधानि त्रयोदश औत्तानपादिस्ततदा शस्त्रवर्षेण धूलिना न उपादृश्यतच्छन्न आसारेण यथा गतिः न उपादृश्यतच्छन्न आसारेण यथा गिरिः हाहाकारस्तदैवासील सिद्धानां दिवि पश्यतां हतोऽयं मानवः सूर्योमग्नः पुण्यजनार्णवे तदल्सयादुधानेषु तेगाशिश्वथो मृधे उदतिष्ठन् रथस्तस्य नीहारादिव भास्कर धनुर्विस्फूर्जयन् दिव्यं द्विषतां खेदमुद्वहन् अस्त्रौघं व्यधमल्बाणैर्घनानीकमिवानिला तस्य ते चापि धर्मुक्ता भित्त्वा वर्माणि रक्षसां कायानाविशुस्तिग्मा गिरिनशनयो यथा भल्लैः सञ्छिद्यमानानां शिरोभिश्चारुकुण्डलैः ऊर्भिर्हेमतालाभिर्दोर्भिर्वलयवल्गुभिः हारकेयूरमुकुटैरुष्णीषैश्च महाधनैः आस्त्रितास्तारणभुवोरेजुर्वीरमनोहराः हतावशिष्टा इतरेरणाचिराल् रक्षोगणाः क्षत्रियविद्यसायकैः प्रायो विवृत्नावयवाविदुद्रुर्मृगेन्द्रविपीडतयूथपा इव अपश्यमानस्तदा ततायिनं महावृधे कञ्चन मानवोत्तम पुरीं दिदृक्षन्नपि नाविशल्बिषां नमायिनां वेदचिकीर्षितं जना इति ध्रुवं सिप्रजदस्य सारथिं यत्तः परेषां प्रतियोगशङ्किता शुश्रावशब्दं जलधेरिवेदितं नभस्वतो दिक्षु रजोऽन्युदृश्यत क्षणेनाच्छादितं व्योमघनानीकेन सर्वदा विस्फुरत्तटिता दिक्षु त्रासयल्स्तनैत्नुना ववृषोरुधिरौघासृक्पूय विण्मूत्रमेधसः निपेदुर्गगनादस्य कबन्धान्यग्रतो नघ ततः खेदृश्यतगिरिर्निपेदुः सर्वतोदिशं गदा परिघनिस्त्रिंशमुसलाः सास्मवर्षिणा अहयोशनिनिश्वासावमन्दोऽग्निं रुषाक्षिभिः अभ्यधावन् गजामत्ता सिंहव्याघ्राश्च यूधश समुद्रऊर्मिभिर्भीमप्लावयन् सर्वतो भुवम् आहसादमहाहरादकल्पान्त इव भीषणा एवं विधान्यनेकानि त्रासनान्यमनस्विनाम् सदृजुस्तिग्मगदया आसुर्या माययासुराः गृहे प्रयुक्तामसुरैस्तां मायामधिदुस्तरा निजाम्यतस्य मुनयः शमाशंसन् समागताः मुनया ऊजु औत्तानपादे भगवांस्तवशां गधन्वा देवक्षिणोत्यवनतार्तिहरो विपक्षान् यन्नावधेयमभिधाय निशम्यजाद्धा लोकोऽञ्जसादरति दुस्तरमङ्गमृत्युम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे दशमोऽध्यायः सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द. അതിഗംഭീര യുദ്ധം നടക്കുമ്പോൾ സ്വയംഭൂ മനു അവിടെ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ധ്രുവമാരനെ ഉപദേശിക്കുന്ന രംഗമാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ട് 6 മാസം കൊണ്ട് തപസ് ചെയ്ത് ഭഗവാനെ കണ്ട ആള്, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയ ആള് ഇത്രയൊക്കെ അധപതിക്കാൻ പാടുമെന്നാണ്. ക്രോധം കൊണ്ട് ഇത്ര അധികം, അതും ഒരു തെറ്റും ചെയ്യാത്ത യക്ഷന്മാരോട്. യക്ഷന്മാരൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല, അവരാളറിയാണ്ട് ഉത്തമനെ കൊന്നു എന്നുള്ളതൊരു ശരിയാണ്. ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയ ആ കുലത്തെ മുഴുവൻ കൊല്ലാൻ പാടും. അപ്പൊ നോക്കൂ, ക്ഷോഭം കൊണ്ട് എത്ര അധപ്പതിക്കാമെന്നും ധൈര്യം കൊണ്ട് എത്ര നേടാമെന്നുമാണ് ധ്രുവം കാണിച്ചു തരുന്നത്. 5 വയസ്സായിട്ടുള്ളൂ. അവിടെ ആ ധൈര്യം നേർവഴിക്കായപ്പോൾ, ആ രജോ ഗുണം നേർവഴിക്കായപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ അവിടെ എത്തി. ഒരു മനുഷ്യനെ എവിടെ എത്തണോ, ഒരു ജീവൻ എവിടെ എത്തണോ അവിടെ എത്തി. പക്ഷെ അവിടെ തന്നെ ഇരിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തിയില്ല, അതുകൊണ്ട് തിരിച്ചു പോകുന്നു മാത്രം.
പിന്നെയോ ക്ഷോഭം കൊണ്ട് എത്ര അധപ്പതിക്കുക അതും ഇവിടെ കാണിച്ചു തരുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളിടത്താണ് വിഷയം. നമ്മുടെ ഉള്ളിലുള്ള രജസ് തമോ ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ, 3 ഗുണങ്ങളും സത്വം യത് തൽപരാഭ്യാമപരികലനോ നിർമ്മല തേന താവത് ഭൂതേന്ദ്രിയൈസ്തേ വപു. ഭഗവാൻ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും മാറ്റിവെച്ച് സത്വം കൊണ്ട് മാത്രമാണ് അവതാര രൂപം എടുക്കുക. അത് പിഴയ്ക്കാതിയാണ്. നമ്മളും ഈ പ്രപഞ്ചത്തിൽ കിടക്കുമ്പോൾ സത്വഗുണം മാത്രമാക്കി തീർക്കണം. അതാണ് ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞത്. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം സത്വഗുണമാക്കി തീർക്കാനുള്ളതാണ്. സത്വഗുണം മാത്രമാക്കി തീർക്കുക, അപ്പം മറ്റത് രണ്ടും മാറും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഓരോന്നിനെയും, ഈ തമോ ഗുണമാണെങ്കിലും രജോ ഗുണമാണെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി, പ്രശ്നമില്ല. ഇവിടെ ധ്രുവകുമാരൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചതും വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരുന്നതും കാണിച്ചു തരിക. മനുവിൻ്റെ ഉപദേശം കിട്ടിയപ്പോഴാണ് അവനവന് പറ്റിയ അബദ്ധം മനസ്സിലായി വേഗം യുദ്ധം നിർത്തിയെന്നാണ്. അതാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞത്. അഥ ഏകാദശോധ്യായ മൈത്രേയ ഉവാച നിശമ്യഗതതാമേവ ഋഷീണാം ധനുഷിദ്രുവ സന്തതേസ്ത്രമുപസ്പൃശ്യ യന്നാരായണ നിർമ്മിതം സന്ധീയമാനയേതസ്മിൻ മായാ ഗുഹ്യക നിർമ്മിത ക്ഷിപ്രം വിനേശുർവിദുരക്ലേശാത് ജ്ഞാനോദയേ യഥാ തസ്യാശാസ്ത്രം ധനുഷി പ്രയുഞ്ജത സുവർണപുങ്കാകളഹം സവാസസ വിനിസൃത ആവിവിശുർദ്വിഷദ്ഫലം യഥാവനം ഭീമരവാശിഖണ്ഡിന തൈസ്തിഗ്മധാരൈ പ്രധനൈ ശ്രീമുഖൈരിതസ്തത പുണ്യജന ഉപദ്രുത സമഭ്യതാവൻ സമഭ്യതാവൻ കുപിതാവുദായുദ്ധാ സുപർണമുന്നദ്ധവണായുവാഖയാം സതാൻ പൃഷത്കൈരഭിതാവതോ മൃതേന കൃത്തബാഹൂ ശിരോധരോധരൻ വിനായലോകം പരമർക്കമണ്ഡലം പ്രജന്യർഭിത്യയൂർധ്വരേതസ താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസ ചിത്രരഥേന ഭൂരിശ ഔത്താനപാദിം കൃപയാ പിതാമുഖോ മനുർജഗാദോപഗതഃ സഹർഷിഭിः മനുർവാച അനം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന യേന പുണ്യജനാനേതാനവധീസ്ത്വമനാഗസ്സ നാസ്മത്കുലോചിതം താത കർമ്മൈതൽസദ്വിഗിർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ അകൃതൈരസാം നന്വേഗസ്യാവരാധേന പ്രസംഗാത്മകവോ ഹത ഭ്രാതുർവധാവിതപ്തേന ത്വയാംഗഭ്രാതൃവത്സല നായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശസം സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാവതുരാരാധ്യം വിഷ്ണോസ്തത്പരമം പദം സത്വം ഹരേരനുധ്യാത തത്പുംസാമപി സമ്മത കഥം ത്വപദ്യം കൃതവാനനുശിക്ഷൻ സദാം വ്രതം തിതിക്ഷയാ കരുണയാ മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി സംപ്രസന്നേ ഭഗവതി പുരുഷപ്രാകൃതേർഗുണേർ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമൃച്ഛതി ഭൂതേർപഞ്ചവിരാരബ്ധേർയോഷിത് പുരുഷ ഏവ ഹി തയോർവ്യവായാ സംഭൂതിർയോഷിത് പുരുഷയോരിഹ ഏവം പ്രവർത്തതേ സർഗസ്ഥിതി സംയവേവ ച ഗുണവിധികരാദ്രാജന്മായയാ പരമാത്മന നിമിത്തമാത്രം തത്രാസീർ നിർഗുണപുരുഷർഷഭ വ്യക്താവ്യക്തമിദം വിശ്വം യത്ര ഭ്രമതി ലോഹവത് സഖൽവിദം ഭഗവാൻ കാലശക്യാ ഗുണപ്രവാഹേണ വിഭക്തവീര്യ കരോത്യകർത്തേവ നിഹന്ത്യഹന്താ ചഷ്ടാ വിഭുംന ദുർവിഭാവ്യ സോനം ദോന്തകരക്കാലോ അനാദിരാദികൃതവ്യയ ജനം ജനേന ജനയൻ അനാദികൃതവ്യയ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം നവൈ സ്വഭക്ഷോസ്യ വിവക്ഷയേവ വാപരസ്യ മൃത്യോർവിശദഃ സമം പ്രജാ തം ധാവമാനമനുധാവത്യനീശോ അനീശ യഥാ രജാംസ്യനിലം ഭൂതസംഘ ആയുഷോപജയം ജന്തോർത്തദേവോപജയം വിഭു ഉഭാഭ്യാം രഹിതസ്വസ്ഥോ ദുസ്തസ്യ
ദുസ്തസ്യ വിദധാത്യസോ കേചിത് കർമ്മ വദന്ത്യേനം സ്വഭാവമപരേ നൃപ ഏകേ കാലം പരേ ദൈവം പുംസക്കാമമുദാപരേ അവ്യക്തസ്യാപ്രമേയസ്യ നാനാശക്തുദയസ്യ ച ന വൈ ചികീർഷതം ദാതാ കോ വേദാധസംഭവം ന ജയതേ പുത്രഭ്രാതുർഹന്താരോ ധനദാനുക വിസർഗാദാനയോസ്താദാമുന്തോ ദൈവം ഹി കാരണം സ ഏവം വിശ്വം തൃതിഥി സ ഏവാവതിഹന്തി ച അഥാവീഷ്യനഹങ്കാരാണ്യാജ്യതേ ഗുണകർമ്മഭിः ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേശോ ഭൂതഭാവന സ്വശക്തിയാ മായയാ യുക്ത സൃജതി അത്തി ച പാതി ച തമേവ മൃത്യുമമൃതം താതദൈവം സർവാത്മനോ വേഹി ജഗത്പരായണം വിസ്മയബലിം വിശ്വസൃജോഹരന്തി ഗാവോ യഥാ വൈ നസി ധാമയന്ദ്രിത യ പഞ്ചവർഷോ ജനനീം ത്വം വിഹായ മാതു സപത്ന്യാ വജസാ ഭിന്നമർമ്മ വനം ഗതസ്തപസാ പ്രത്യഗക്ഷമാരാധ്യ ലേഭേ മൂർധനി പദം ത്രിലോക്യാഃ തമേന മംഗാത്മനി മുക്തവിഗ്രഹേ വ്യവാശ്രിതം നിർഗുണമേകമക്ഷരം ആത്മാനമന്വിച്ഛ വിമുക്തമാത്മധൃത് യസ്മിന്നിദം ഭേദമസത്പ്രതീയതേ ത്വം പ്രത്യഗാത്മനി തഥാ ഭഗവത്യനന്ദ ആനന്ദമാത്രമുപപന്ന സമസ്തശക്തോ ഭക്തിം വിദായ പരമാം ശനകൈര വിദ്യാഗ്രന്ഥിം വിവേത്സ്യസി മമാഹമിതി പ്രരൂഢം സംയച്ഛരോഷം ഭദ്രന്തെ പ്രദീപം ശ്രേയസാംബരം ശ്രുതേന ഭൂയസാ രാജന്നകതേന യഥാമയം തേനോപസൃഷ്ടാത് പുരുഷാൽ ലോക ഉദ്വിജതേ ഭൃശം ന ബുധസ്തദ്ദുഷം ഗച്ഛേച്ഛിന്ന ഭയം ഗച്ഛേത് ഇച്ഛന്ന ഭയമാത്മന ഹേളനം ഗിരിശഭ്രാതുർധനധസ്യ ത്വയാ കൃതം യജ്ജഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃഘ്നാനിത്യമർഷിത തം പ്രസാദയ വത്സാശു സംനത്യാ പ്രശ്രയോക്തിഭി ന യാവന്മഹതാം തേജക്കുലം നോഭിഭവിഷ്യതി ഏവം സ്വായംഭുവ പൗത്രമനുശാസ്യമനുധ്രുവം തേനാഭിവന്ദിതസ്സാഹം ഋഷിഭിസ്തു പുരം യയോ ശ്രീഹരേ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ഏകാദശോധ്യായ സർവസ്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്വയംഭൂമനുവിന്റെ ഉപദേശം സ്വീകരിച്ച് തനിക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. യക്ഷന്മാരെ കൊല്ലാണ്ട് യുദ്ധം നിർത്തിയവർ വല്ലാത്ത പശ്ചാത്താപമായിരുന്നു. അപ്പൊ തന്നെ കുബേരൻ അവിടെ എഴുന്നള്ളി. അതാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. യക്ഷന്മാരുടെ നാഥനായിട്ടുള്ള കുബേരൻ അവിടെ വന്നിട്ട് ധ്രുവമാരനെ പരീക്ഷിക്കുക. തൻ്റെ ഭൃത്യന്മാരെ കുറെ ആളെ കൊന്ന ആളാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഉണ്ണി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കണു, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. ചോക്കണത് ആരാ? കുബേരനാ. എന്ത് ചോദിച്ചാലും കിട്ടും. നമ്പർ 1 ധനികനാണ്. ചോദിച്ചാൽ അപ്പം അത് തരും ചെയ്യും. ആദ്യ പരീക്ഷണമാണ്. അവിടെ ഒരിക്കലും ഇനി തോൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പായി. അവിടെ ഭക്തി മാത്രം തന്നാൽ മതിയിലാണ്. സുദൃഢാം ഭക്തി അവൃണോൻ മഹാത്മാനാണ്. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഇത് പറയാൻ പറ്റണ്ടേ? ധ്രുവൻ അവിടെ സാധിച്ചു. കുബേരനോട് എനിക്കൊന്നും വേണ്ട, ആ ഭഗവാന്റെ തൃപ്പാദ ഭക്തി അത് മാത്രം മതി എന്ന് പറഞ്ഞ് വിജയിച്ചു ധ്രുവൻ. അതാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. വേറെ ഒന്നും വേണ്ട എന്ന് ഉറപ്പിച്ച ധ്രുവന്മാരുടെ ഭഗവാനോടുള്ള ഭക്തി വേണ്ടുവോളം കിട്ടി. കുബേരനത് കൊടുക്കാൻ പറ്റുമോ നിശ്ചയില്ല. കുബേരനാവും അത് കൊടുത്തേ നിശ്ചയില്ല. ഏതായാലും കുബേരന്റെ മനസ്സിൽ സന്തോഷമായി, അനുഗ്രഹിച്ചു. മഹാന്മാരെ അനുഗ്രഹിച്ചാൽ മതി. ഭദ്രം തന്ന ആസുവ, എന്താണോ അവർക്ക് ഭദ്രം അതവിടെ സംഭവിപ്പിച്ചോളും ഭഗവാൻ. കുബേരൻ എന്ന് പറഞ്ഞ മഹാനാണ്. ആ കുബേരനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താ കിട്ടേണ്ടത് കിട്ടി, ഭക്തി കിട്ടി. പിന്നെ എല്ലാം പരമ്പരയായിട്ട് ആരൊക്കെ ഏൽപ്പിച്ച് അവിടുന്ന് ഗംഗാദ്വാരത്തേക്ക് പോയി. ആ ഗംഗയിൽ
കുളിച്ച് അവിടെ ആശ്രമം പണിത് അവിടെ ഇരുന്ന് ആ ഭക്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അവസാനം വിമാനം വന്നു. അവിടെ ധ്രുവമാര അങ്ങക്കുള്ള പ്രത്യേക വിമാന, ചാർട്ടേഡ് വിമാന, അതോ പോണതോ പ്രത്യേക സ്ഥലത്തേക്ക്, അങ്ങക്ക് മാത്രമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക്. ആ വിമാനത്തിൽ കയറാനോ അങ്ങക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റെപ്പ് അവിടെ. ഏത്? മൃത്യുദേവൻ അവിടെ തലയും കുറിച്ച് നിന്നു. ഒരാൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ മൃത്യുദേവന്റെ ശിരസ്സാകുന്ന സ്റ്റെപ്പിൽ കയറി ആ വിമാനത്തിൽ കയറി പോകുമ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചു എന്നാണ്. അപ്പൊ അമ്മ അതിന് മുമ്പിൽ വേറൊരു വിമാനത്തിലാണ് പോകുന്നത് കാണിച്ചു കൊടുത്തു എന്നാണ്. ധ്രുവന്റെ ലോകത്തേക്ക് ആണ് ധ്രുവൻ പോണത് വെച്ചാൽ അമ്മ സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് തന്നെയാണ് പോണത്. ധ്രുവന്റെ ഭക്തി കാരണം അമ്മയ്ക്കും കൂടി മുക്തി ആയിനാണ്. അങ്ങനെ ആ ഗംഗാതടത്തിൽ പോലും മോക്ഷവും ഒക്കെയാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യവൈസസാദഭേദമന്യും ഭഗവാൻ ധനേശ്വര തത്രാഗതശ്ചാരണേക്ഷകിന്നരൈഃ സംസ്തൂയമാനോ അഭ്യവദൽകൃതാഞ്ജലിം ധനദ ഉവാച ഭോ ഭോ ക്ഷത്രിയദായാദാപരിദുഷ്ടോऽസ്തി തേ നഘ യസ്ത്വം പിതാമഹാദേശാൽ വൈരം ദുസ്ത്യജമത്യജ ന ഭവാർവധീയക്ഷാന്നേക്ഷാഭ്രാതരം തവ കാലയേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോഃ അഹം ത്വമിത്യവാർത്ഥാധീരജ്ഞാൽ പുരുഷസ്യ ഹി സ്വാപ്നീവാഭാത്യ തദ്ധ്യാല്യയാ ബന്ധവിപര്യോ തദ്ഗച്ഛ ധ്രുവഭദ്രം തേ ഭഗവന്തമധോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാംഘ്രിമഭവായ ഭവച്ചിദം യുക്തം വിരഹിതം ശക്രിയാ ഗുണമയ്യാൽപമായ വൃണീഹി കാമം നൃപയന്മനോഗതം മത്തസ്ത്വമൗത്താനപദേ വിശങ്കിത വരം വരാർഹോ അംബുജനാഭപാതയോരനന്തരം ത്വാം വയമംഗശുശ്രുമ. മൈത്രേയ ഉവാച സരാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരോ സമപ്രയചലിതാം സ്മൃതിഞ്ജയാ തരത്യയത്നേന ദുരത്യയം തമഃ തസ്യ പ്രീതേന മനസാ താം ദത്വൈഡവിടസ്തദാ പശ്യതോ അന്തർദധേസോ വിശ്വപുരം പ്രത്യപദ്യത അഥായചതജ്ഞേശം ക്രതുഭിർഭൂരി ദക്ഷിണൈഃ ദ്രവ്യക്രിയാദേവതാനാം കർമ്മഫലപ്രദം സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദർശാൽപനിഭൂതേഷു തമേവാവസ്ഥിതം വിഭും തമേവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാഃ ഷട്ത്രിംശദ്വർഷസാഹസ്രം ശശാസക്ഷിതിമണ്ഡലം ഭോഗൈഃ പുണ്യക്ഷയം കുർവൻ അഭോഗൈരശുഭക്ഷയം ഏവം ബഹുസവം കാലം മഹാത്മാ വിചലേന്ദ്രിയ ത്രിവർഗോ വൈകം നീത്വാ പുത്രായാദാൻ നൃപാസനം മന്യമാന ഇദം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്ന ഗന്ധർവ നഗരോപമം ആത്മസ്ത്ര്യപത്യ സുഹൃദോ ബലവൃദ്ധകോശമന്തഃപുരം പരിവിഹാരഭുവശ്ചരമ്യാഃ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സപ്രയയോ വിശാലാം തസ്യാം വിശുദ്ധകർണശിവമാർവിഗാഹ്യ ബദ്ധ്വാസനം ജിതമരുന്മനസാ ഹൃദാക്ഷ സ്ഥൂലേ ദധാന ഭഗവൽ പ്രതിരൂപ ഏതധ്യായം തദവ്യവഹിതോ വ്യസൃജൽ സമാധൗ സ്ഥൂലേ ദധാന ഭഗവൽ പ്രതിരൂപ ഏതധ്യായം തദവ്യവഹിതോ വ്യസൃജൽ സമാധൗ ഭക്തിം ഹരൗ ഭഗവതി പ്രവഹന്നജസ്രമാനന്ദ ബാഷ്പകലയാ മുഹുരദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാചിതാംഗോ നാത്മാനമസ്മരദസാവിധിമുക്തലിംഗ സദദർശനിമാനാഗ്രം നഭസോവതരൽ ധ്രുവ വിഭ്രാജയൽ ദശദിശോ രാകാപതി നിഗോദിതം തത്രാനുദേവ പ്രവരോ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണാംബുജക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗതാം സുവാസസോ കിരീടഹാരാംഗതചാരുകുണ്ടലോ വിജ്ഞായ താവുത്തമഗായ കിങ്കരാവഭ്യുത്ഥിത സാധ്വസ വിസ്മൃതക്രമ നാമാനി ഗൃണൻ മധുദ്വിഷ പാർഷത്പ്രധാനാവിധി സംഹതാഞ്ജലി
തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസംബദ്ധാഞ്ജലിം പ്രശ്രയനമ്രഗന്ധനം സുനന്ദനന്ദാവുപസൃജ്യ മൃത്യൂജതോ പുഷ്കരനാഭസമ്മതൗ സുനന്ദനന്ദാവൂജതോ ഭോ ഭോ രാജൻ സുഭദ്രം ദേവാജം നോ മഹിരശൃണു യഃ പഞ്ചവർഷസ്തപസാ ഭവാൻ ദേവമതീതൃപൽ തസ്യാഗ്രജഗദ്ധാതുരവാം ദേവസ്യ ചാർക്കിണ പാർഷദാവിഹ സംപ്രാപ്തൗ നേതും തുമാം ഭഗവൽപദം സുദർജയം വിഷ്ണുപദം ജിതം ത്വയാ സുയൽസൂരയോ പ്രാപ്യ വിചക്ഷതേപരം ആദിഷ്ഠതചന്ദ്രദിവാകരാദയോ ഗ്രഹർക്ഷതാരാः പര്യന്തി ദക്ഷിണം അനാസ്ഥിതം ദേവഗൃഭിരന്യൈരപ്യംഗകർഹിജിൽ ആദിഷ്ഠ ജഗതാം വന്ദ്യം തദ്വിഷ്ണോഃ പരമം പദം ഏതദ്വിവാനപ്രവരമുത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മന്നധിരോഢം ത്വമർഹസി മൈത്രേയ ഉവാച നിശമ്യ വൈകുണ്ഠ നിയോജ മുഖ്യയോർ മധുച്യുതം വാചമുരുക്രമപ്രിയ കൃതാഭിഷേകഃ കൃതനിത്യമംഗളോ മുനീൻ പ്രണമ്യാശിഷമഭ്യവാദയൽ പരീത്യാർഭ്യർച്ച്യ ധിഷ്ണ്യാഗ്ര്യം പാർഷദാവഭിവന്ദ്യ ച യേഷ തദധിഷ്ഠാനം വിഭ്രദ്രൂപം ഹിരണ്മയം തദോത്താനവതഃ പുത്രോ ദദർശാന്തകമാഗതം മൃത്യോർമൂർധനിപദം ദത്വാ ആരുരോഹാദ്ഭുതം ഗൃഹം തദാദുന്ദഭയോ നേതുർമൃദംഗപണവാദയഃ ഗന്ധർവമുഖ്യാഃ പ്രജഗോ പേദഃ കുസുമവൃഷ്ടയഃ സരസ്വർലോകമാരോക്ഷ്യൻ സുനീതിം ജനനീം ധ്രുവ അന്വസ്മരതകം ഹിത്വാ ദീനാം യാസ്യേതൃവിഷ്ടവം ഇതി വ്യവസിതം തസ്യ വ്യവസായ സുരോത്തമോ ദർശയാമാസ ദുർദേവീം പുരോയാനേന ഗച്ഛതീം തത്ര തത്ര പ്രശംസദ്ധി പഥിവൈമാനികൈഃ സുരൈഃ അവകീര്യമാണോ ദദൃശേ കുസുമൈഃ ക്രമശോഗ്രഹാൻ ത്രിലോകീം ദേവയാനേന സോതിവ്രജ്യ മുനീനപി പരസ്താൽ യൽ ധ്രുവഗതിർവിഷ്ണോഃ പദമഥാഭ്യകാൽ യൽ ഭ്രാജമാനം സുരുചൈവ സർവതോ ലോകസ്ത്രയോഹ്യൻവിഭ്രാജന്ത ഏതേ എന്നാവ്രജൻ ജന്തുഷിയേനനുഗ്രഹാ വ്രജന്തി ഭദ്രാണി ചരന്തിയേനിശം ശാന്താഃ സമദൃശശ്രദ്ധാഃ സർവഭൂതാനുരഞ്ജനാഃ യാന്ത്യഞ്ജസാച്യുതപദമച്യുതപ്രിയബന്ധവാഃ ഇത്യുത്താനവതഃ പുത്രോ ധ്രുവകൃഷ്ണപരായണ അഭൂൽത്രയാണാം ലോകാനാം ചൂടാമണിദിവാമലഃ ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി ഗൗരവ്യ മേഢ്യാമിവ ഗവാം ഗണഃ മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷി ആതോദ്യം വിദുതൻ ശ്ലോകാൻ സത്രേ ഗായൽ പ്രചേതസാം നാരദ ഉവാച നൂനം സുനീതേഃ പതിദേവതായാസ്തവഃ പ്രഭാവസ്യ സുതസ്യ താം ഗതി ദൃഷ്ട്വാഭ്യുപായാനപി വേദവാദിനോ നൈവാധിഗന്തും പ്രഭവന്തി കിം നൃപാഃ യഃ പഞ്ചവർഷോ ഗുരുദ്വാരവാക്ഷരേർഭിന്നേന യാതോ ഹൃദയേന ദൂയത വനം വദാദേശകരോചിതം പ്രഭും ജിഗായ തദ്ഭക്തഗുണൈഃ പരാജിതം യഃ ക്ഷത്രബന്ധുർഭുവി തസ്യാധിരൂഢമന്വാരുരുക്ഷേദപി വർഷപൂകൈഃ ഷട്പഞ്ചവർഷോ യദഹോഭികൽപൈഃ പ്രസാദ്യ വൈകുണ്ഠമവാപതൽപദം മൈത്രേയ ഉവാച ഏതത്തെ അഭീതം സർവം യൽ പൃഷ്ടോഹമിഹ ത്വയാ ധ്രുവസ്യോദ്ദാമയസശ്ചരിതം സമ്മതം സതാം ധന്യം യശസ്യമായുഷ്യം പുണ്യം സ്വസ്ത്യയനം മഹൽ സ്വർഗ്യം ദ്രൗവ്യം സൗമനസ്യം പ്രശസ്യമഖമർഷണം ശ്രുത്വൈതശ്രദ്ധയാ ഭീഷ്ണം അച്യുതപ്രിയചേഷ്ടിതം ഭവേൽ ഭക്തിർഭഗവതി യയാസ്യാൽ ക്ലേശസംക്ഷയഃ മഹത്വമിച്ഛതാം തീർത്ഥം ശ്രോതശീലാദയോ ഗുണാഃ യത്ര തേജസ്തദിച്ഛൂനാം മാനോ യത്ര മനസ്വിനാം പ്രേതഃ കീർത്തയേൽ പ്രാതഃ സമവായേ ദ്വിജന്മനാം പ്രയതഃ കീർത്തയേൽ പ്രാതഃ സമവായേ ദ്വിജന്മനാം സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹൽ പൗർണമാസ്യാം സിനീവാല്യാം ദ്വാദശ്യാം ശ്രവണേഥവാ ദിനക്ഷയേ വ്യതിപാദേ സംക്രമേ അർക്കദിനേപി വാ ശ്രാവയേച്ഛദ്ദധാനാനാം തീർത്ഥപാദപദാശ്രയ നേച്ഛം സ്തത്ര ആത്മനാത്മാനം സന്തുഷ്ട ഇതി സിദ്ധ്യതി ജ്ഞാനമജ്ഞാതതത്വമായ യോഗദ്യാൽ സൽപഥേ അമൃതം കൃപാലോർദീനനാഥസ്യ ദേവസ്തസ്യാനുഗൃഹ്ണതേ കൃപാലോർദീനനാഥസ്യ ദേവാസ്തസ്യാനുഗൃഹ്ണതേ ഇദം മയാ തേ ഭീതം കുരുദ്വഃ ധ്രുവസ്യ വിഖ്യാതവിശുദ്ധകർമ്മണ കൃത്വാർഭക മാതുർഗൃഹം ച വിഷ്ണും ശരണം യോജഗാമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ
ധ്രുവചരിതം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ 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 അബദ്ധം പറ്റാതെ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ കാപ്പബിലിറ്റികൾ പലതും ഉണ്ടെങ്കിൽ നമുക്ക് അബദ്ധം പറ്റാനുള്ള ചാൻസുകൾ വളരെയധികം ഉണ്ടെന്നാണ്. അതിനുള്ള കഴിവുണ്ട് ഇതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അധികവും അത് വഴിവഴിച്ച് പോവാനാണ് സാധ്യത. പക്ഷെ അത് വഴിവഴിച്ച് പോവാതെ വേണ്ട രീതിയിൽ കൂട്ടിക്കെട്ടാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഭഗവാനിലേക്ക് കൂട്ടിക്കെട്ടാൻ കഴിയാതെ തന്നെയാണ്. വേറെ ഒരു വ്യാഖ്യാനവും അതിനുണ്ട്, സംശയിക്കാനില്ല. നിരീശ്വരവാദികളും യുക്തിവാദികളും കേമായിട്ട് വ്യാഖ്യാനിക്കും. എന്ത് ഈ കാണുന്ന ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്നാണ്. അതൊരു സുപ്രഭാതത്തിന് നമുക്ക് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു, അതങ്ങോട്ട് നശിക്കുമ്പോൾ ഒക്കെ അങ്ങോട്ട് നശിക്കും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞതൊക്കെ വെറുതേന. എത്ര എത്ര പുരാണങ്ങളില് സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം, യാതനാ ശരീരം, ഈ 4 ശരീരങ്ങളുണ്ട്. ഈ സ്ഥൂലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയൊക്കെ വിശ്വസിക്കും? ഋഷിവര്യന്മാരൊക്കെ ഈ 4 ശരീരത്തിന്റെ ഉടമകളാണ് നമ്മളെന്നാ പറയുന്നത്. സ്ഥൂലം പോണ കാര്യം മാത്രമേ അവർ പറയുള്ളൂ. ഈ സ്ഥൂലം വിട്ടുകഴിഞ്ഞാൽ അടുത്തത് വേറൊന്ന്. ഇതല്ലെങ്കിൽ അതെന്നില്ലേ, ഈ ജോലി അല്ലെങ്കിൽ ഉടൻ വേറൊരു ജോലി എന്ന് പറയണ പോലെ തന്നെയാണ്. ഈ ഓരോ ശരീരങ്ങൾ നമ്മൾ എടുത്ത് സകല ശരീരങ്ങളും വിട്ടു പോകുന്നതാണ് മോക്ഷം എന്നും പറയുന്നത്. സ്ഥൂല ശരീരങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ കർമ്മങ്ങൾ അനുഭവിച്ചത്. അതിൻ്റെ ഒരു സാമാന്യ രീതിയിൽ പുണ്യപാപങ്ങളെ ഇല്ലാണ്ടാക്കാനുള്ള അവസരമാണ്. യാതനാ ശരീരം എന്ന് പറഞ്ഞാൽ അത് പാപങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാനുള്ള വഴി മാത്രമാണ്. പാപങ്ങൾ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നിച്ചങ്ങോട്ട് അനുഭവിച്ച് തീരുക, അതിനാണ് നരകങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഈ 4 ശരീരത്തിൽ കിടന്നുകൊണ്ട് പ്രധാനമായിട്ട് സ്ഥൂലത്തിലിരിക്കുമ്പോൾ പുണ്യപാപങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും. മുക്തിക്ക് സ്ഥൂല ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ മുക്തി ഉള്ളൂ, അല്ലാണ്ട് മറ്റേ ശരീരങ്ങളിൽ ഇരിക്കുമ്പോൾ അതില്ല. സ്ഥൂല ശരീരം നമുക്ക് കിട്ടുമ്പോൾ അതിനി പയ്യ, ഈച്ച, പൂച്ച, പുലി, വണ്ട, എലി, ഞണ്ട്, പച്ചപ്പയ്യാന് തൊട്ടായിട്ട് ഏതായാലും ഇല്ല, സ്ഥൂല ശരീരങ്ങളാണ് ഇതൊക്കെ. കാരണം അതല്ലേ ഗജേന്ദ്രന് മുക്തി കൊടുത്ത. ആന ചെയ്യാൻ മുക്തി കൊടുക്കില്ല എന്നുണ്ടോ? ഇല്ല, ആന ചെയ്യാലും മുക്തി കൊടുക്കും. ഒരു മുതലായിട്ട് ഭൂഹ എന്ന ഗന്ധർവൻ വന്നു, അയാൾക്കും കൊടുത്തു ഭഗവാൻ മുക്തി. അപ്പൊ മനുഷ്യനായ മാത്രമേ ഉള്ളൂ എന്നല്ല, പക്ഷെ സ്ഥൂല ശരീരത്തിൽ വന്നാലേ മുക്തി ഉള്ളൂ. ആ സ്ഥൂല ശരീരം
നമ്മൾ എന്തിനു ഉപയോഗിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ധ്രുവകുമാരൻ ഉപയോഗിച്ച പോലെ അത് ഭക്തി നേടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്ന് സ്പഷ്ടമാക്കി തരുന്ന കഥാഭാഗം സമർപ്പിച്ചു. ഈ ഒരു ഉണ്ണിയുടെ കഥ ഉണ്ടല്ലോ നമ്മ ഇത്രയും മഹർഷി പറയണത്, ഈ 5 വയസ്സുകാരനായ ഈ ഉണ്ണിയുടെ കഥ അല്ലയോ ഇതില, അത് പ്രചേതസ്സുകളുടെ സദസ്സിന് പോലും പാടി അന്നും വിശേഷമായിട്ട് എല്ലാവർക്കും വർണ്ണിക്കാനുള്ള വിശേഷം ഇതാണായിരുന്നു. അപ്പൊ വിതുരൻ കണ്ണു തുറച്ചു നോക്കി, ആരാ ഈ പ്രചേതസ്സുകള്, എനിക്കറിയില്ലല്ലോ. അപ്പൊ പ്രചേതസ്സുകളെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വംശം പറയാൻ തുടങ്ങി. ഈ വംശത്തിൽ തന്നെയാണ് ഈ ഉത്താനപാദന്റെ പുത്രനായിട്ടുള്ള ധ്രുവന്റെ പുത്രൻ. അങ്ങനെ ആ വംശം അങ്ങനെ വർണ്ണിക്കുക. ധ്രുവന്റെ പുത്രൻ, ധ്രുവന്റെ പൗത്രന്റെ പൗത്രന്റെ പൗത്രൻ വരെ എത്തി. അതിങ്ങനെ പറഞ്ഞിട്ട് അംഗരാജാവ് എന്ന് പറഞ്ഞു. അപ്പൊ ആ അംഗരാജാവിന്റെ കഥ ഒന്ന് വിസ്തരിച്ച് കേൾക്കണമെന്ന് ചോദിക്കും. പറയുമ്പോൾ അത് വിസ്തരിച്ച് പറയും. പിന്നെ ആ വംശം അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ വേറെ കഥയിലെത്തിയപ്പോൾ ആ കഥ ഒന്ന് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ അതും പറഞ്ഞു. പിന്നെയും പ്രചേതസ്സുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പിന്നെയും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും എന്നാൽ അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറയുമോ. ഇങ്ങനെ അനവധി നേരം ഈ ചതുർത്ഥ സ്കന്ധം അവസാനം വരെ ഇങ്ങനെ മൈത്രേയ മഹർഷിയെ കുറിച്ച് പ്രചേതസ്സുകളെ കുറിച്ച് പറയാൻ അനുവദിക്കാതെ വിതുരൻ ഇടയിൽ കിടന്ന് ചോദിക്കുക. അപ്പൊ ആ കഥകൾ അങ്ങനെ വിസ്തരിച്ച് ഈ ചതുർത്ഥ സ്കന്ധത്തിൽ അവസാനമാവുമ്പോഴേ പ്രചേതസ്സുകളുടെ കഥ പറയുള്ളൂ. പക്ഷെ പറയാൻ തുടങ്ങുന്നില്ല അടുത്ത അധ്യായം മുതലാണ്. ആ വംശം വർണ്ണിക്കുമ്പോൾ പ്രചേതസ്സുകളുടെ സദസ്സിൽ ധ്രുവകുമാരന്റെ ചരിത്രം പാടി എന്ന് പറഞ്ഞപ്പോഴാണ് ആരാ പ്രചേതസ്സുകൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ തുടങ്ങുക. അവിടെ അംഗരാജാവിനെ കുറിച്ച് വിസ്തരിച്ച് പറയണം. അംഗരാജാവ് അദ്ദേഹം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. യാഗങ്ങൾ നടത്തുമ്പോൾ ദേവന്മാർ പ്രത്യക്ഷമായിട്ട് വരുന്നില്ല. എന്താ അവർ പ്രത്യക്ഷമായിട്ട് വരാത്ത നമ്മൾ സമർപ്പിക്കുന്ന ഹവിസ് സ്വീകരിക്കാൻ എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങക്ക് പുത്രനില്ലല്ലോ, അതുകൊണ്ട് ദേവന്മാരൊക്കെ വിഷമിച്ചിരിക്കുക. അങ്ങൊക്കെ ഇപ്പോൾ തരുമായിരിക്കും, അങ്ങക്ക് ശേഷം ആരെങ്കിലുമൊക്കെ തരണ്ടേ. നല്ല ആൾക്കാരെ കാണുമ്പോഴേ ദേവന്മാർക്ക് സന്തോഷമാവുള്ളൂ. അപ്പം അതുകൊണ്ട് ദേവന്മാർ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വരാത്ത. അതിൻ്റെ സൂചനയാണ് അങ്ങ് ആദ്യം പുത്രകാമേഷ്ടി യാഗം നടത്തണം, എന്നിട്ട് വേണം മറ്റുള്ള യാഗങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞതനുസരിച്ച് അംഗരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിലൊരു പ്രസാദം കിട്ടി. ആ പ്രസാദം തൻ്റെ പത്നിക്ക് കൊടുത്തു എന്നാണ്. തൻ്റെ പത്നി അധർമ്മന്റെ വംശത്തിലുള്ളതാണ്. ധർമ്മദേവനുണ്ട്, അധർമ്മദേവനുണ്ട്. ഭഗവാന്റെ പൃഷ്ഠഭാഗമാണ് അധർമ്മന് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ അധർമ്മന്റെ വംശത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് സുനീത എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ അംഗരാജാവ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പൊ അവളുടെ ആ പാരമ്പര്യ ദോഷം വരും. ഈ പാരമ്പര്യമായിട്ട് ഗുണങ്ങളും വരും, ദോഷങ്ങളും വരും. അതൊക്കെ ഓരോ ശതമാനങ്ങളാണ്. ആർജിതം, പാരമ്പര്യം, ഇതൊക്കെ ഉണ്ട്. അനുഗ്രഹ വർഷം, അനുഗ്രഹം കൊണ്ട് കിട്ടിയത് ബോണസ് കിട്ടും. പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നത് അനുഗ്രഹം കൊണ്ട് കിട്ടുന്നത്. സത്സംഗത്തിന് കിട്ടുന്നതൊക്കെ ബോണസ് കിട്ടുന്ന പോലെ അങ്ങനെ അത്യത്ഭുതമായിട്ട് കിട്ടുന്നത് അനുഗ്രഹം കൊണ്ട് കിട്ടുന്നത്. ആർജിതമായിട്ട് നമ്മൾ നേടിയെടുക്കുന്നത് അങ്ങനെയുണ്ട് കുറെ. നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന പുണ്യങ്ങളും പാപങ്ങളും. പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് നമ്മളൊന്നും വേണ്ട. ആ കുലത്തിൽ ഓരോ കുലങ്ങൾക്ക് അതിൻ്റെതായ സ്വഭാവമുണ്ട്. കുലഞ്ച കുലധർമ്മഞ്ച മാഞ്ച പാലയ പാലയ എന്ന ഭദ്രകാലോട് പറയും. കുലവും പാലിക്കണം, കുലധർമ്മവും പാലിക്കണം, എന്നെയും പാലിക്കണം എന്നാണ്. സ്ത്രീഷു ദുഷ്ടാസു അർഷയ ജായതേ വർണ്ണസങ്കര സങ്കരോ നരകായ ഇവ. ഗീതയിലെ അർജുന വിഷാദയോഗത്തില് ജാതിധർമ്മവും കുലധർമ്മവും ഒക്കെ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നൊക്കെ ജാതിയൊന്നും പറയാൻ പാടില്ല, ജാതിയാണ് നമുക്ക് ഏറ്റവും മോശം എന്ന് ചിലർ വാദിക്കും. അങ്ങനെയൊന്നുമില്ല, ഒന്നും മോശമൊന്നുമല്ല. അതാ പാരമ്പര്യം നിലനിൽക്കുക നിന്നോട്ടെ. അതിൻ്റെ ഗുണങ്ങൾ മാത്രം എടുത്താൽ മതി, അതിന് ദോഷം വരാതിരിക്കണം. ഒന്നിനും നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. ജാതിയൊക്കെ നിഷേധിച്ചാലേ കേമാവുള്ളൂ എന്ന് ചിലർ വ്യാഖ്യാനിക്കും. ജാതിക്കൊന്നും, ജാതിയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിലുണ്ടാവും.
അത് നിലനിൽക്കും. ചില സമയത്ത് അത് ഒരു ഭാഷയിലാണ് നിലനിൽക്കുക വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഭാഷയിലാണ് നിലനിൽക്കുക. ഇന്നിപ്പോൾ എന്താ IAS അതൊരു ജാതിയാണ്, അവരുടെ ഒരു യൂണിയൻ, അവരുടെ ഒരു ഇങ്ങനെ ഓരോ യൂണിയൻ ഇന്നും ഉണ്ടല്ലോ. അവനെ ജാതി എന്ന് പറയുന്നത് ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരൊക്കെ കൂടി കൂടുമ്പോൾ അതിലൊരു യൂണിയൻ വരും, അത് ജാതിയായിട്ട് മാറും. ആ പ്രവൃത്തിയാണ് ജാതി ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. അത് പണ്ട് വേറൊരു രീതിയിലായിരുന്നു, ഇന്ന് വേറെ രീതിയിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നിനെയും നിഷേധിക്കേണ്ട കാര്യമില്ല. ഇവിടെ അധർമ്മന്റെ വംശത്തിലുള്ള സുനീതയ്ക്ക് ഈ ഭഗവത് പ്രസാദം യജ്ഞശിഷ്ടം കഴിച്ചിട്ട് പോലും അതിൻ്റെ ഗുണത്തെ കാണിച്ചില്ല എന്നാണ്. അംഗരാജാവ് ഇത്രയും പ്രാർത്ഥിച്ച് ഒരു യജ്ഞം നടത്തി, അതിലുണ്ടായ പായസം, അതിൽ നിന്ന് കിട്ടിയ പായസം സുനീതയ്ക്ക് കൊടുത്തിട്ട്, സുനീത ഗർഭിണിയൊക്കെ അതുവരെ കുട്ടി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഗർഭിണിയൊക്കെ പ്രസവിക്കുകയും ചെയ്തു. പക്ഷെ യജ്ഞത്തിൻ്റെ ശിഷ്ടം കഴിച്ചാൽ നല്ലതല്ലേ ഉണ്ടാവുള്ളൂ, നല്ല കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വംശത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ദുഷിപ്പ് ആയിരുന്നു അവിടെ മുന്നിട്ട് നിന്നത്. അതുകൊണ്ട് ആ ഉണ്ണി മഹാമോശക്കാരനായി എന്നാണ് വേനൻ എന്ന പേരിട്ടത്. കുട്ടിക്കാലം മുതൽ തന്നെ ദുഷിച്ച പ്രവൃത്തി ചെയ്യുക. അങ്ങനെ ആ കുട്ടിയുടെ സാമന്താനം ഭേദം ദണ്ഡൊക്കെ അംഗരാജാവ് നോക്കി അയാളെ നേരേക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയെ പോലും ഉപേക്ഷിച്ച് ആ സിംഹാസനത്തിൽ വേറൊരാളെ രാജാവാക്കി വാഴിക്കും കൂടി ചെയ്യാതെ അദ്ദേഹം രാത്രി ആരും അറിയാതെ കാട്ടിൽ പോയി മുക്തി നേടിയതാണ്. സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞ പോലെ വിഷമം കൊണ്ട് അദ്ദേഹം ഒക്കെ വിട്ടുപോയി എന്നാണ്. പത്നിയെ പോലും ഉപേക്ഷിക്കുക, പത്നിയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. 8 വിധം വിവാഹവിധി ഉണ്ടെങ്കിൽ പുരാണങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല മുറിക്കാനുള്ള വിധി, എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് പുരാണം പഠിച്ചവരൊക്കെ പറയുന്നത്. ഞാൻ മുഴുവൻ പഠിച്ചിട്ടില്ല, ഞാനിങ്ങനെ ചോദിച്ചു എവിടെയെങ്കിലും ഉണ്ടോ. കുറേ പഠിച്ചിട്ടുള്ള ആൾ പറഞ്ഞു എവിടെയും കണ്ടിട്ടില്ല എന്ന്. ഞാൻ പഠിച്ചു കൊടുത്ത എവിടെയും കണ്ടിട്ടില്ല എന്ന് അവരൊക്കെ പറഞ്ഞു. വിവാഹം മുറിപ്പിക്കാം, ഇന്നിപ്പോൾ ഡൈവേഴ്സ് എങ്ങനെ വേണമെങ്കിൽ പറ്റും. നമ്മുടെ വിധിയല്ല, ഡൈവേഴ്സ് അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല. വിവാഹം 8 തരത്തിലുള്ള വിവാഹം, അത് ശകുന്തളോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിരിയാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ, അഡ്ജസ്റ്റ്മെൻ്റ് അവസാനം വരെ. അപ്പോൾ ഒരിക്കലും പിരിയാനുള്ള അവകാശമില്ല. എന്നിട്ട് പോലും അംഗരാജാവ് തൻ്റെ പത്നി പിരിഞ്ഞു പോയി. അപ്പോൾ അയാൾക്ക് എവിടെ ശ്രേയസ്? ശ്രേയസ് ഉണ്ടായി. കാരണം അദ്ദേഹം ഭഗവാനെ കിട്ടാൻ വേണ്ടി മാത്രമാണ് പോയത്. ഭഗവാനെ കിട്ടാൻ വേണ്ടി മാത്രം പോകാനൊക്കെ സകലത് പോയിട്ടില്ല. അതാണ് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കർമ്മങ്ങളെയൊക്കെ ശരിയും തെറ്റിയാക്കി തീർക്കുന്നത്. ആ അംഗരാജാവ് ശരീരം ത്യജിച്ച് മുക്തി നേടിയ കാര്യമാണ്. ഇത്രയും കഥാഭാഗമാണ് അടുത്ത ചെറിയൊരു അധ്യായത്തിൽ പറയുന്നത്. അഥ ത്രയോദശോऽധ്യായ സൂത ഉവാച നിശമ്യഘോഷാരവിണോപവണ്ഡിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യദോക്ഷജേ പൃഷ്ഠം പുനസ്തം വിദുരപ്രചക്രമേ. വിദുര ഉവാച കേദേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുഭൃത കസ്യാന്വവായേ പ്രഖ്യാത കുത്ര വാ സത്രമാസത. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്താ ക്രിയാ യോഗപരിചര്യാ വിധിർഹരേ സുധർമ്മശീലൈർപുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷ യുജ്യമാനോ ഭക്തിമതാ നാരദേ നേരിതക്കില യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത്കഥ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്നേനാചഷ്ടുമർഹസി. മൈത്രേയ ഉവാച ധ്രുവസ്യ ചോത്കലപുത്ര പിതരി പ്രസ്ഥിതേവനെ സാർവഭൗമശ്രിയം നൈച്ഛദധിരാജാസനം വിദു സ ജന്മനോപശാന്താത്മാ നിസ്സംഗസമദർശന ദദർശ ലോകേ വിതതമാത്മാനം ലോകമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തം ഇത വിഗ്രഹം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസേകാത്മ്യം ആനന്ദമനുസന്തം അനുസന്തതം അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധ കർമ്മമലാശയ സ്വരൂപമവരുന്ധാനോ ആത്മാനോന്യമതൈക്ഷത ജഡാധവതിരോന്മത്ത മൂകാകൃതിരതന്മതി രക്ഷിതപ്പതിബാലാനാം പ്രശാന്താർച്ചിരിവാനല മത്വാ തം ജഡമുന്മത്തം കുലവൃദ്ധാ സമന്ത്രിണ
വത്സരം ഭൂപതിം ചക്രൂര്യവീയാം സംഭ്രമേ സുതം സ്വവീധിർവത്സരസ്യേഷ്ടാ ഭാര്യാസൂദഷണാത്മജാൻ പുഷ്പാർണം തിഗ്മകേതും ചൈഷമൂർജം വസുഞ്ജയം പുഷ്പാർണസ്യ പ്രഭാഭാര്യാദോഷാ ചദ്വേ ബഭൂവധു പാദർമധ്യന്തിനം സായമിതി ഹ്യാസൻ പ്രഭാസുതാ പ്രദോഷോ നിശിതോ വ്യുഷ്ട ഇതി ദോഷാസുധാസ്ത്രയ വ്യുഷ്ടസ്തുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ സ ചക്ഷുസുതാമാകൂത്യാം പത്ന്യാം മനുമവാപഹ മനോരസൂദാ മഹിഷീ വിരജന്നാഡ്വലാസുതാൻ കുരുങ്കുത്സംതൃതം യുമ്നം സത്യവന്തം മൃതം അഗ്നിഷ്ടോമമതീരാത്രം മൃദ്യുമ്നം ശിവിമുൽമുഖം ഉന്മുഖോ ജനയത്പുത്രാൻ പുഷ്കരിണ്യാം ഷടുത്തമാൻ അംഗം സുമനസം ഖ്യാതിം കൃതുമങ്കിരസം ഗയം സുനീതാംഗസ്ത്യാപത്നീ സുഷുവേവേനമുൽബണം യദ്ദൗശീല്യാസിരാജർഷ്യ നിർവിണ്ണോ നരകാത്പുരാത് യമംഗശേവുകുപിതാ വാഗ്വജ്രാമുനയക്കില ഗദാസോസ്ത്രസ്യ ഭൂയസ്തേ മമന്തു ദക്ഷിണം കരം അരാജകേ തദാലോകേ ദസ്യുഭിപീഡിതാ പ്രജാ ജാതോ നാരായണാം ശേന പൃഥുരാധ്യക്ഷുതീശ്വര വിതുരവാച തസ്യ ശീലനിധേ സാദോ ബ്രഹ്മണ്ണസ്യ മഹാത്മന രാജ്ഞ കഥമഭൂത് ദുഷ്ടാ പ്രജാ യദ്വിമനായയോ കിം ബാഹോവേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതതരേ രാജ്ഞീ മുനയോ ധർമ്മഗോവിദ നാവധ്യേയ പ്രജാപാല പ്രജാഭിരഘവാനദി യദൗസൗ ലോകപാലാനാം വിഭത്യോർജസ്വതേജസ ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീതാത്മജേഷ്ഠിതം ശ്രദ്ധദാനായ ഭക്തായ ത്വം പരാവരവിത്തമ മൈത്രേയ ഉവാച അങ്കോശ്വമേധം രാജർഷിർ ആജഹാര മഹാക്രതും നാജഗ്മുദ്ദേവതാ തസ്മിന്നാഹൂതാ ബ്രഹ്മവാദിഭിः തമോജിർവിസ്മിതാ തത്ര യജമാനമഥർദ്വിജ അമീംഷി ഹൂയമാനാനി തതേ ഗൃഹ്ണന്തി സാധവ ഗൃഹ്ണന്തി ദേവതാഃ രാജൻ ഹവീം ച ദുഷ്ടാനി ശ്രദ്ധയാസിതാ ആസാദിതാനി തേ ചന്ദാം ച യാതയാമാനി യോജിതാനി ധൃതവ്രതേർ ന വിദാമഹേ ദേവാനാം ഖേളനം മയമണ്വഭി എന്ന ഗൃഹ്ണന്തി ഭാഗാൻ സ്വാൻ യേ ദേവാ കർമ്മസാക്ഷിണ മൈത്രേയ ഉവാച അംഗോ ദ്വിജവജശ്രുത്വാ യജമാനസ്തു ധർമ്മന സുദുർമന തദപൃഷ്ടും വ്യസൃജച്ചാപം വ്യസൃജദ്വാചം സദസ്യാം തദനുജ്ജയാ നാഗച്ഛന്ത്യാഹൂത ദേവാ ന ഗൃഹ്ണന്തി ഗ്രഹാനിഘ സദസത്പദയോ ബ്രൂത കിമവദ്യം മയാ കൃതം സദസസ്പദയ ഊചു നരദേവേഹ ഭവതോ നാഘം താവന്മനാക്സ്ഥിതം അസ്തേകം പ്രാക്തമനഘം യദി ദേഹ ത്വമപ്രജ തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം നൃപ ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക് യഥാ സ്വഭാഗതേയാനി ഗ്രഹീഷ്യന്തി ദിവോഗസ യജ്ഞപുരുഷ സാക്ഷാദപത്യായ ഹരിർവൃത താംസ്താൻ കാമാൻ ഹരിർദദ്യാദ്യാൻ യാൻ കാമയതേ ജന ആരാധിതോ യഥൈവേഷ തഥാ പുംസംഫലോദയ ഇതി വ്യവസിതാ വിപ്രാസ്തസ്യ പ്രജാതയേ പുരോടാശം നിരവപൻ ശിബിവിഷ്ടായ വിഷ്ണവേ തസ്മാത് പുരുഷ ഉത്തസ്ഥോ ഹേമമല്യം അമലാംബര ഹിരൺമയേന പാത്രേണ സിദ്ധമാദായ പായസം സവിപ്രാനുമതോ രാജാ ഗൃഹീത്വാഞ്ജലിനൗദനം അവഘ്രായ മുദായുക്ത പ്രാതാത്പത്യാ ഉദാരധീ സാ തത്വം സമനം രാജ്ഞി പ്രാശ്യവൈ പത്യുരാധേ ഗർഭം കാലമുപാവൃത്തെ കുമാരം സുഷുവേ പ്രജ സ ബാലയേവ പുരുഷോ മാതാമഹമനുവ്രത അധർമാംശോദ്ഭവം മൃത്യും തേനാഭവം അധാർമിക ശശരാസനമുദ്ദമ്യ മൃഗയുർവനഗോചര അന്ത്യസാധൂൻ മൃഗാൻ ദീനാൻ വേനോ അരൗജന ആക്രീഡേ ക്രീഡതോ ബാലാന്വയസ്യാനതിദാരുണ പ്രസഹ്യ നിരനുക്രോശ പശുമാരമമാരയത് തം വിചക്ഷബലം ഖലം പുത്രം ജാതലേർവിവിധേർപ്രഭ യഥാ ന ശാസിതും കൽപ്പോ പ്രശമാസീത് സുദുർമന പ്രായേണാഭ്യർത്ഥിതോ ദേവോ യേ പ്രജാഗൃഹമേദിന തദപത്യഭൃതം ദുഃഖം യേന വിന്ദന്തി ദുർഭരം യതപ്പാവീയസീകീർത്തിരധർമ്മശ്ച മഹാന്തൃണാം യതോ വിരോധ സർവേഷാം യഥാധിരനന്ദക കസ്തം പ്രജാപദേശം വേ മോഹബന്ധനമാത്മന പണ്ഡിതോ ബഹുമന്യേതാ യദർത്ഥാക്ലേശദാഗൃഹ കഥപത്യം വരം മന്യേ തദപത്യാച്യുജാം വദാത് നിർവിദ്യേത ഗൃഹാന്മർത്യോ യത്ക്ലേശനിവഹാഗൃഹ
एवं स निर्विण्णमना नृपो गृहात् निशीथ उत्थाय महोदयोदय अलब्धनिद्रोरुपलक्षितो नृभिर्हित्वा गतोपेन सुवं प्रसुप्ताम् विज्ञाय निर्विद्यगतं पदिं प्रजा पुरोहितामात्य सुकृत्यनादय विचित्युः पूर्व्यामदिशोककातराय यथा निगूढं पुरुषं कुयोगिना अलक्षयं दत्पदवीं प्रजापतेर्हदोद्यमाः प्रत्युपसृत्यते पुरीं ऋषीं समेतानभिवन्द्य सश्रवो निवेदयन् पौरवमत्रविप्लवम् इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे त्रयोदशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ഗോവിന്ദ. അംഗരാജാവ് രാജ്യം വിട്ടുപോയി. ഋഷിവര്യന്മാരൊക്കെ കൂടി അവിടുന്ന് ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിച്ചു. രാജ്യത്ത് രാജാവില്ലെങ്കിലുള്ള ഒരു അനർത്ഥം ചില്ലറയല്ല. കാട്ടിൽ തപസ് ചെയ്ത് വരുന്ന ഋഷിവര്യന്മാരൊക്കെ തിരിച്ചു വന്ന് അന്വേഷിച്ചു. വേനനെ പാരമ്പര്യമല്ലേ വലുത്, സ്വയംഭവനുവിൻ്റെ പരമ്പരയല്ലേ, അപ്പം ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ നേരെയിക്കോളും എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ ഈ അതിദുഷ്ടനായിട്ടുള്ള അംഗരാജാവിൻ്റെ പുത്രനെ വേനനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് അവർ പോയി. വെളുക്കാൻ തേച്ചത് പാണ്ഡാവ് ചെയ്തേന്നർത്ഥം. ഇത് രണ്ടും കാണിച്ചു തരുന്നു. കാരണം പാരമ്പര്യം നല്ല പാരമ്പര്യമാണ്. എത്ര നേരേക്കാലും നേരെവാത്തത് അവിടെ ഉണ്ടാവും എന്നർത്ഥം. അപ്പം പാരമ്പര്യത്തിന് മാത്രമല്ല, ഒന്ന് കഴിഞ്ഞ ഉട്ടൻ തന്നെ കാണിച്ചു തരുന്നു. നോക്കി നോക്കൂ. നേരത്തെ അധർമ്മൻ്റെ വംശത്തിലുള്ള സുനീതയുടെ ദോഷം കൊണ്ടാണ് ഇയാൾ മോശക്കാരനായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തുടർന്നോ അയാൾ ഇവിടെ പരമ്പര ഇതാണല്ലോ, അങ്ങനെയുണ്ടല്ലോ, സ്വയംഭൂമനുവിൻ്റെ പരമ്പരയാണല്ലോ അയാൾ. അപ്പം അതുകൊണ്ട് നേരെയും ആവാമല്ലോ. പക്ഷെ അവിടെ കൂടുതൽ അപ്പുറത്തായിരുന്നു എന്നർത്ഥം. ഇതുകൊണ്ട് നേരെയില്ലാന്നർത്ഥം. ഇതൊക്കെ ഓരോ പാരമ്പര്യങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി അതിനനുസരിച്ച് ഒരു കൂട്ടലും കിഴിക്കലുമാണ് ഇത് മുഴുവനെയെന്ന് കാണിച്ചു തരിക. സ്വയംഭൂമൻ്റെ വംശമാണെന്ന് മാത്രമേ ഋഷിവര്യന്മാർ ചിന്തിച്ചുള്ളൂ. നേരെ ഒന്നും വിചാരിച്ച് രാജാവാക്കി. പക്ഷെ ഒരു ഒട്ടും നേരെയില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി. അപ്പോൾ ഉപദേശിക്കാൻ വേണ്ടി വന്നു. ഉപദേശിച്ചപ്പോൾ തിരിച്ച് അങ്ങോട്ട് ഉപദേശിച്ചു എന്നാണ്. നിങ്ങളെ എന്നെ പരിചരിക്കുകയാണ് വേണ്ടത്. രാജാവാണ്, സർവ്വദേവമയനാണ് രാജാവ്. അതൊക്കെ പ്രമാണമുണ്ട്. അതൊക്കെ ശരിയാ. അവരെ അങ്ങോട്ട് പഠിപ്പിച്ചു. അവർക്ക് നിഷേധിക്കാൻ പറ്റിയില്ല എന്നാണ്. ഇയാളെ ഉദ്ദേശം മഹാമോശമെന്ന് മനസ്സിലായി. സഹി കെട്ടിട്ട് അവരൊരു ഹുങ്കാരം പുറപ്പെടുവിച്ചേ ഉള്ളൂ. അയാൾ മരിച്ചു വീണു. ആ ശരീരം സുനീത ഒരു എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു തുടങ്ങി. കുറേ കാലം കഴിഞ്ഞിട്ട് ആദ്യ ഋഷിവര്യന്മാർ വന്നപ്പോൾ ഇങ്ങനെ ഈ എണ്ണത്തോളിയിൽ ഇയാളുടെ ശരീരം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ പാരമ്പര്യം പിന്നെയും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നല്ലത് ഉണ്ടാവും എന്ന് വിചാരിച്ച് ആ ശരീരം അങ്ങോട്ട് കടഞ്ഞു. കടഞ്ഞപ്പോൾ ആദ്യം തന്നെ അധർമ്മൻ്റെ വംശത്തിലുള്ള ദോഷങ്ങളൊക്കെ കൂടി കൂടിയിട്ടൊരു സാധനം വന്നു എന്നാണ്. അതിനെ നിഷാദന്മാരെന്നായിട്ട് പറഞ്ഞു. അവർ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നതല്ല, അവർ കാട്ടിൽ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ അത് കാട്ടാളന്മാരാക്കി മാറ്റി. ഒരു കാട്ടിൽ ജീവിച്ചോളാൻ പറഞ്ഞ് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി. നിഷാദന്മാരുടെ ഉൽപ്പത്തിയാണ് അങ്ങനെ ഉണ്ടായത്. പിന്നെ ആ ശരീരം കടയാൻ തുടങ്ങിയെന്നൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥ ചതുർദശോऽധ്യായ മൈത്രേയ ഉവാച. ഋഗ്വാദയസ്തേ മുനിയോ ലോകാനാം ക്ഷേമദർശിന ഗോപദര്യസതി വൈതൃണാം പശ്യന്തഃ പശുസാമ്യതാം വീരമാതരമാഹൂയ സുനീതാം ബ്രഹ്മവാദിന പ്രകൃത്യ സമ്മതമേനമഭ്യഷിഞ്ചൻ പതിം ഭുവ. പ്രകൃത്യ സമ്മതം വേനമഭ്യഷിഞ്ചൻ പതിം ഭുവ. ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദസ്യ വസ്സദ്യ സർപ്പത്രസ്താ ഇവാഘവ. സ ആരൂഢ നൃപസ്ഥാനമുന്നദ്ധോ അഷ്ടവിഭൂതിഭിः അവമേനേ മഹാഭാഗാൻ സ്തബ്ധഃ സംഭാവിതഃ സ്വതഃ. ഏവം മദാന്ധോത്സിക്തോ നിരങ്കുശൈവദ്വിപ പര്യടൻ രഥമാസ്ഥായ കമ്പയൻ നിവരോദസീ. നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാഃ ക്വചിൽ ഇതി ന്യവാരയദ്ധർമ്മം ഭേദീഘോഷേണ സർവശ. വേനസ്യാവേക്ഷ്യമനയോ ദുർവൃത്തസ്യ വിചേഷ്ടിതം വിമർശ്യ ലോകവ്യസനം കൃപയോജസ്മാ സത്രിണ. അഹോ ഉഭയതഃ പ്രാപ്തം ലോകസ്യ വ്യസനം മഹൽ ദാരുണ്വിഭേദോ ദീപത ഇവ തസ്കരപാലയോഃ. അരാജകഭയാദേശ കൃതോ രാജാതദർഹിണ
തതോപ്യാസിൽ ഭയം ത്വദ്യ കഥം സ്യാൽ സ്വസ്തി ദേഹിനാം അഹേരിവ വയഃ പോഷഃ പോഷകസ്യാപ്യനർത്ഥഭൃൽ വേനഃ പ്രകൃത്യൈവ ഖലഃ സുനീതാ ഗർഭസംഭവ നിരൂപിതഃ പ്രജാബലഃ സജിഘാംസതി വൈ പ്രജാഃ തഥാപി സാന്ത്വയേ മാമും നാസ്മാം സ്ഥൽപാതകം സ്പൃശേൽ തദ്വിദ്വദ്ഭിः സദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപ സാന്ത്വിതോ യദി നോ വാചം ന ഗ്രഹീഷ്യത്യധർമ്മകൃൽ ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസ ഏവമധ്യവസായേനം മുനയോ ഗൂഢമന്യവ ഉപവൃജ്യാബ്രുവൻവേനം സാന്ത്വയിത്വാ ച സാമഭി മുനയ പൂജോ നൃപപര്യനിബോധൈതല്യത്തെ വിജ്ഞാപയാമ ഭോഃ ആയുശ്രീബലകീർത്തീനാം തപതാത വിവർദ്ധനം ധർമാചരിതഃ പുംസാം വാങ്മനഃ കായബുദ്ധിഭിः ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ത്യമസംഗിനാം സതേമ വിനശൈൽവീര പ്രജാനാം ലക്ഷേമലക്ഷണ യസ്മിൻ വിനഷ്ടേ നൃപതിരൈശ്വര്യാദവരോഹതി രാജന്നസാധ്വമാത്യേഭ്യശ്ചോരാദിഭ്യഃ പ്രജാനൃപ രക്ഷൻ യഥാവലിം ഗൃഹ്ണന്നിഹ പ്രേത്യ ച മോദതേ യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷ യുജ്യതേ സ്വേന ധർമ്മേണ ജനൈർവർണാശ്രമാന്വിതൈഃ സത്തസ്യ രാജ്ഞോ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവന പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനേ തസ്മിൻ സ്തുഷ്ടേ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരേ ലോകാഃ സപാലാഹ്യേ തസ്മൈ ഹരന്തി ബലിമാദൃതാഃ തം സർവലോകാമരയത്യ സംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞൈർവിചിത്രൈര്യജതോ ഭവായതേ രാജൻ സ്വദേശാൻ അനുരോദ്ധമർഹസി യജ്ഞേന യുഷ്മദ്വിഷയേദ്വിജാതിഭിർവിദായമാനേന സുരാഃ കലാഹരേഃ ശിഷ്ടാസ്സു ദുഷ്ടാഃ പ്രതിശന്തി വാഞ്ചിതം തദ്ധേളനം നാർഹസി വീരചേഷ്ടിതും വേന ഉവാച ബാലിശാപതയൂയം വാ ധർമ്മേ ധർമ്മവാനിന യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ അവജാനന്തി മൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രമിഹ ലോകേ പരത്ര ച കോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശീ ഭർതൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോരവി പർജന്യോ ധനതഃ സോമ ക്ഷിതിരഗ്നിരപാമ്പതി ഏതേ ചാന്യേ ച വിബുധാഃ പ്രഭവോ വരശാപയോഃ ദേഹേ ഭവന്തി നൃപതയഃ സർവദേവമയോ നൃപ തസ്മാന്മാം കർമ്മഭിർവിപ്രായ ജധ്വം ഗതമത്സരാഃ ബലിം ച മഹ്യം ഹരത മത്തോന്യഃ കോഗ്രഭുഃ പുമാൻ മൈത്രേയ ഉവാച ഇത്തം വിപര്യമതിഃ പാപീയാനുത്പഥം ഗതാ അനുനീയമാനസ്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗള ഇതി തേ അസൽകൃതാസ്തേന ദ്വിജാഃ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാജ്ഞായാം തസ്മൈ വിദുരചുക്രുധു ഹന്യതാമേഷ പാപഃ പ്രകൃതിദാരുണ ജീവൻ ജഗദസാവാശു കുരുതേ ഭസ്മസാദ്ധ്രുവം നായമർഹത്യ സദ്വൃത്തോ നരദേവപരാസനം യോധ്യജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രവാ കോ വൈനം പരിചക്ഷീരവേനമേകമൃതേ അശുഭം പ്രാപ്ത ഈദൃശമൈശ്വര്യം യദനുഗ്രഹഭാജന ഇത്തം നിവസിതാഹന്തും ഋഷയോ രൂഢമന്യവ നിജഘ്നുർഹും കൃതേർവേനം ഹതമച്യുതനിന്ദയാ ഋഷിഭിസ്വാശ്രമപദം ഗതേ പുത്രകളേഭരം സുനീതാ പാലയാമാസ വിദ്യായോഗേന ശോചതി ഏകദാ മുനിയസ്തേതു സരസ്വസലിലാപ്ലുതാഃ ഭൂത്വാഗ്നീൻ സൽകഥാശ്ചക്രുരുപവിഷ്ടാഃ സരിത്തടേ വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ ആപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേൽഭുവ ഏവം വശന്തർഷയോ ധാവതാം സർവതോദിശം പാംസു സമുത്ഥിതോ ഭൂരിശ്ചോരാണാമഭിലുംപതാം തതുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപതാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച ജിഘാംസതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്നാവാര്യൻ ശക്തിയ അപി തദ്ദോഷദർശിന ബ്രാഹ്മണഃ സമദ്രക്ഷാന്തോ ദീനാനാം സമുപേക്ഷക സ്രവതേ ബ്രഹ്മതസ്യ വിഭിന്ന ഭാണ്ഡാൽപയോ യഥാ നാംഗസ്യ വംശോ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘവീര്യാഹി നൃപാവം ചേസ്മിൻ കേശവാശ്രയാഃ വിനിശ്ചിത്യേവം ഋഷയോ വിപന്നസ്യ മഹീപതേഃ മമന്ധുരൂരും തരസാ തത്രാസീൽ ബാഹുഗോ നര കാകകൃഷ്ണോദിഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാഹനോ ഹ്രസ്വപാൻ നിമ്നനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജ തം തു ദേവനതം ദീനം കിം കരോമീതി വാദിനം
നിഷീദേത്യബ്രുവം സ്ഥാത സ നിഷാദസ്തതോഭവൽ തസ്യ വംശ്യാസ്തു നൈഷാദ ഗിരികാനനഗോചരാഃ യേനാഹരജ്ജായമാനോ വേന കൽമഷമുൽബണം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പൃഥുചരിതേ നിഷാദോത്പത്തിർനാമ ചതുർദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വേനന്റെ ശരീരം കടഞ്ഞപ്പോൾ ആദ്യം അതിന് വേണ്ടാത്തതൊക്കെ വന്നു. അത് നിഷാദന്മാരായി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തി. അടുത്ത അധ്യായത്തിൽ ആ ശരീരം പിന്നെയും കടഞ്ഞു എന്നാണ്. പിന്നെയും കടഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് നല്ലതാണ് ഉണ്ടാവുന്നത്, ഭഗവത് അവതാരം ഉണ്ടാവുന്നു. അതാണ് അടുത്ത അധ്യായത്തിൽ പൃഥുവായിട്ട് പത്നിയോടുകൂടി അർച്ചിസ എന്ന കന്യക പത്നിയോടുകൂടി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള അർച്ചിസ എന്ന പേരോടുകൂടി പൃഥു അവതരിക്കുന്നതായിട്ടുള്ള രംഗം വർണ്ണിക്കുന്നു. ആ പൃഥുവിനെ അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായില്ല. അപ്പം അതുവരെയുള്ള അവസ്ഥ നോക്കൂ. അംഗരാജാവ് കാട്ടിലേക്ക് പോയതിന് ശേഷം അവിടെ സിംഹാസനത്തിൽ രാജാവില്ല. അപ്പോൾ കൊള്ളക്കാരും കള്ളന്മാരും ഭരണമായിരുന്നു ആ രാജ്യത്ത് മുഴുവൻ. പിന്നെ ഋഷിവര്യന്മാർ ഇയാളെ പിടിച്ചിരുത്തിയപ്പോൾ ഇയാൾ അതിലേറെ കൊട്ടാരത്തിലായി കള്ളന്മാരുടെ താമസം എന്നുള്ളത് മാത്രമേ വ്യത്യാസം ഉണ്ടായുള്ളൂ. അങ്ങനെ അപ്പം ജനങ്ങൾ എത്ര എത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ തന്നെ ഭൂമി തന്നെ, ഭൂമിയുടെ സമ്പത്ത് അധർമ്മം വ്യാപിച്ച ഭൂമി എന്നെ പ്രതികരിക്കുന്നതാണ്. പ്രകൃതി പ്രതികരിക്കണില്ലേ? 100 കൊല്ലം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗം തന്നെ ഉണ്ടാവാറുണ്ട്. എന്തിനാ ആരാ ഈ 100 കൊല്ലം കൃത്യമായിട്ട് ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കണം അങ്ങനെ ഓരോന്ന്? ഇതാണ് പ്രകൃതിക്ക് പലതരത്തിലാണ് നമ്മളെ ശിക്ഷിക്കലും അനുഗ്രഹിക്കലും. രണ്ടുമുണ്ട്. അനുഗ്രഹിക്കലും ശിക്ഷിക്കലും ഒക്കെ ഓരോ തരത്തിലാണ്. സൽക്കർമ്മം ചെയ്യുമ്പോൾ പ്രകൃതി തന്നെ അനുഗ്രഹിക്കും. ത്യാഗം ചെയ്യുമ്പോൾ മഴ പെയ്യുമെന്ന് പറയുന്നത് അതന്നെ, അനുഗ്രഹം തന്നെ ഉണ്ടാവും. അപ്പം രണ്ടായാലും നിഗ്രഹമായാലും അനുഗ്രഹമായാലും വേണ്ടില്ല, ഇതിനൊക്കെ ഉള്ള വികാരം ഈ പ്രകൃതിക്കുമുണ്ട്, ഈ ഭൂമിക്കുമുണ്ട്. അപ്പം അതാ ഭൂമി തൻ്റെ ഉള്ളിലുള്ള സമ്പത്തൊക്കെ ഉള്ളിലേക്ക് വലിച്ചു. കാരണം രാജാവും നാട്ടുകാരും ഒക്കെ മോശക്കാരായ പിന്നെ അതന്നെ ഭൂമി തൻ്റെ സമ്പത്ത് ഉള്ളിലേക്ക് വലിക്കുക വെച്ചാൽ വിത്ത് കുത്തിയിടാനല്ലേ നമുക്ക് പറ്റൂ. അത് പൊന്തി വന്ന് കായ്കനികൾ ഉണ്ടാവണ്ടേ? എന്തൊക്കെ വേണത്? പൈസ കൊടുത്തപ്പോൾ ഇവിടെ നമ്മുടെ കടയിൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പം പ്രകൃതി ആകെ വികൃതമായിരുന്നു. ഇനി ഇതൊക്കെ എത്ര കാലം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്, പേടി തോന്നുന്നു. പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ നെല്ല് ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന പാടങ്ങളുണ്ടായിരുന്നു നാട്ടിലൊക്കെ. അവിടെ ഒന്നും ഒരാളിപ്പോൾ നെല്ല് ഉൽപ്പാദിപ്പിക്കില്ല. ഇനി ആരെങ്കിലും ഒരാൾ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അയാൾക്കൊട്ട് സാധ്യമാവില്ല. വിത്ത് നന്നല്ല. ഇനി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിളികൾ മുഴുവനെ ഇതൊക്കെ അനുഭവം കൊണ്ടാ പറയുന്നത്. അപ്പോൾ നോക്കൂ, പ്രകൃതിയുടെ സമതുലിതാവസ്ഥ എത്രത്തോളം ഭീകരമായിട്ടുണ്ട്. ധർമ്മം നിലനിൽക്കണില്ലെങ്കിൽ ഒക്കെ നശിക്കും. ധർമ്മം നിലനിൽക്കണം. വെറുതെ അല്ല നമ്മളിപ്പോൾ ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ വൈഭവം. കൂട്ടായിട്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പ്രകൃതിയെ മുഴുവൻ നേരേക്കും, സംശയിക്കണ്ട. ഈ പൃഥുവായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ തന്നെ പ്രകൃതി ആകെ നശിച്ചേർന്നു. പക്ഷെ ജനങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്നു. ദേവന്മാരൊക്കെ എന്തെന്നില്ലാത്ത നിർവൃതിയിൽ അവരുടേതായ ഉപഹാരങ്ങൾ ഭഗവാന് കൊടുന്നു കൊടുത്തു എന്നാണ്. കാരണം ലക്ഷണങ്ങളെ കൊണ്ട് ഭഗവാനാണെന്ന് ഉറപ്പായി അവർക്ക് മനസ്സിലായപ്പോൾ ഓരോ ദേവന്മാരും അവരുടേതായ ഉപഹാരങ്ങൾ ഭഗവാന് കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പം തന്നെ സ്തുതിപാഠകന്മാർ സ്തുതിക്കാൻ വന്നപ്പോൾ അവരോട് സ്തുതിക്കരുത് പറഞ്ഞു. വെറുതെ ഇങ്ങനെ സ്തുതിക്കാതെ പാടില്ല, അത് എന്നെ അധപ്പതിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് ഉണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, രാജാവായിട്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്തുതിക്കാച്ചോ, സ്തുതിച്ചോളൂ, അത് കുഴപ്പമൊന്നുമില്ല. രാജാവിനെ സ്തുതിക്കുകയൊക്കെ ചെയ്യാം, സ്തുതിക്കും വേണമെന്നാണ്. രാജാവ് എപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറേ സ്തുതിപാഠകന്മാരുണ്ടാവുന്നത്. അദ്ദേഹം ഇന്ന് മൂഡൗട്ടാണല്ലോ എന്ന് രാവിലെ കണ്ടു കഴിഞ്ഞാൽ തുടങ്ങുകയില്ല. അദ്ദേഹത്തിനെ ഇങ്ങനെ പ്രശംസിക്കുക, എന്തൊക്കെ വെച്ചാൽ ചെയ്ത് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യണം. യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് ആകെ വിഷമിച്ചിരുന്നാൽ പിന്നെ പ്രജകൾ വിഷമിക്കാതിരിക്കും. അപ്പം രാജാവിനെ എപ്പോഴും സന്തുഷ്ടനാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പക്ഷെ അത് അറിഞ്ഞിട്ടേ ചെയ്യാൻ പാടും, അറിയാണ്ട് ചെയ്യരുതെന്ന്. രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാവൻ ആരായാലും അധപ്പതിക്കുന്നൊക്കെ പറയുന്ന വാക്കുകൾ പൃഥുവിൻ്റെ. പിന്നെ സുനന്ദനന്ദന്മാരെ സ്തുതിച്ചപ്പോൾ, ഭഗവാനാണെന്ന് അറിഞ്ഞ് സ്തുതിച്ചപ്പോൾ
അവരെ അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ട് അവതരിക്കുന്നതാണ് അടുത്ത അധ്യായത്തിൽ. अथ पञ्चदशोऽध्याय मैत्रेय उवाच अथ तस्य पुनर्विप्रेरपुत्रस्य महीपते बाहुभ्यां मध्यमानाभ्यां विधुनं समपद्यत सर्वत्र गोविन्दनाम संकीर्तनं गोविन्द नारायण 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 गोविन्द गोविन्द तदृष्ट्वा मिथुनं जातं ऋषयो ब्रह्मवादिना ऊजुपरमसन्तुष्टा विदित्वा भगवत्कलां ऋषय ऊजु एष विष्णोर्भगवतः कला भुवनपालिनी इयं च लक्ष्म्या सम्भूतिः पुरुषस्यानपायिनी अयं तु प्रथमो राज्ञां पुमान् प्रथयिधा यश पितुर्नाम महाराजा भविष्यति पृथुश्रवा इयं च सुदती देवी गुणभूषणभूषण अर्चिर्नाम वरारोहा पृथुमेवावरुन्धति एष साक्षाद्धरेरं चोजाता लोकनिरीक्षय इयं च तत्परा हि श्रीरनुजज्ञे अनपायिनी गोविन्द नाम संकीर्तनं गोविन्द गोविन्द मैत्रेय उवाच प्रशंसन्ति स्म तं विप्रा गन्धर्वप्रवराजगु मुमुजुस्सु मनोदाराः सिद्धा नृत्यन्ति स्वस्त्रिय शङ्खदूर्यमृदङ्गाद्या नेदुर्दुन्दुभयोदिभिः तत्र सर्व उपाजग्मुर्देवर्षि पितॄणाङ्गणा ब्रह्मा जगद्गुरुर्देवैः सहस्रत्य सुरेश्वरैः वैन्यस्य दक्षिणे हस्ते दृष्ट्वा चित्रं गदाभृत पादयोररविन्दं च तं वै मेने हरे कलां यस्या प्रतिगतं चक्रमंशः स परमेष्टिना तस्याभिषेके आरब्धो ब्राह्मणे ब्रह्मवादिभिः आभिषेचनिगान्यस्मै आजक्रुः सर्वतो जना सरित्समुद्रा गिरयो नागावर्खगा मृगा द्यौक्षिधिः सर्वभूतानि समाजक्रुरुपायनम् सोऽभिषिक्तो महाराजः सुवासा सध्वलङ्कृता पत्न्यार्चिषालङ्कृतया विरेजेऽग्निरिवापरा तस्मै जहारधनदो हैमं वीरवरासनम् वरुणः सलिलस्रावमादपत्रं शशिप्रभं वायुश्च वालव्यजने धर्मकीर्तिमयीं सजम् इन्द्रकिरीटमुत्कृष्टं दण्डं संयमनं यम ब्रह्मा ब्रह्ममयं मर्म भारतीकारमुत्तमं हरिः सुदर्शनं चक्रं तत्पत्न्यव्याहतां श्रियं तत्पत्न्यव्याहतां श्रियं दशचन्द्रमसीं रुद्रशतचन्द्रं तथाम्बिका सोमो मृतमयानाश्वां त्वष्टा रूपाश्रयं रथम् अग्निराजगवं चापं सूर्यो रश्मिमया निशून् भूपादुके योगमय्योद्यौ पुष्पावलिमन्युखं नाट्यं सुगीतं वादित्रमां दग्धानं च केजरा ऋषयश्चाशिषः सत्या समुद्रः शङ्गमात्मजं सिन्धवः पर्वतो नद्यो रथवीतिर्महात्मना सूदो धमाकधो वन्दी तं स्तोतम् उपतस्थिरे तावकां स्थानभिप्रेत्य विदुर्वैन्यप्रतापवान् मेघनिर्घ्रादया वाजा प्रहसन्निदमब्रवीत् पृथुर्वाच भो सूदहेमाघत सौम्यवन्दिन् लोकेऽधुना स्पष्टगुणस्य मे स्याल् किमाश्रयो मे स्तव एष योज्यतां मामय्य भुवन् विदधा गिरो वा तस्मात् परोक्षे स्मदुपश्रुतान्यलङ्घरिष्यथ स्तोत्रममीच्य वाजा सत्युत्तमश्लोकगुणानुवादे जुगुप्सितं न स्तवयन्ति सभ्या महद्गुणानात्मनि कर्तुमीशक्तस्तावकैस्तावयते असतोऽपि ते स्याभ्यविष्यन्निति विप्रलब्धो जनावकाशं कुमतिर्न वेद
प्रभवो ह्यात्मनस्तोत्रं जुगूप्स्यञ्च विविश्रुता श्रीमन्तः परमोदारा पौरुषं वा विगर्हितं वयं त्वविदिता लोके सूदाद्या विवरीमभिः कर्मभिः कथमात्मानं गावयिष्याम बालवत् श्रीहरये नमः। इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे पृथुचरिते पञ्चदशोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनम्। ഗോവിന്ദ ഗോവിന്ദ. സുനന്ദനന്ദന്മാര് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള പൃഥുവിനെ സ്തുതിക്കുന്നത് രണ്ടാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച. മൈത്രേയ ഉവാച. ഇതി ബ്രുവാണം നൃപതിം കായകാം നിചോദിതാഃ തുഷ്ടുസ്തുഷ്ടമനസസ്തദ്വാഗവൃതസേവയാ നാലം വയന്തേ മഹിമാനുവർണ്ണനെ യോ ദേവവന്യോപതതാരമായ വേനാംഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രബുദ്ധിയ അഥാപ്യുദാരശ്രവസ പൃഥോർഗരേഃ കലാവതാരസ്യ കഥാമൃതാദൃതാഃ യഥോപദേശം മുനിഭിഃ പ്രചോദിതാഃ ശ്ലാഘ്യാനി കർമാണി വയം വിദന്മഹി യേഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താ തൽപരിബന്ധിനാം യേഷ വൈ ലോകപാലാനാം വിഭർത്യേകസ്തനോത്തനൂഃ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോരിഹിതം വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസ്സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവദ്വിഭു തിരിക്ഷത്യക്രമം വൈന്യം ഉപര്യാക്രമതാമപി ഭൂതാനാം കരുണശ്വതാർത്ഥാനാം ക്ഷിതിയുക്തിമാൻ ദേവേ വർഷ്യത്യസോ ദേവോ നരദേവ വപുരുഗരി കൃച്ഛ്രപ്രാണാഃ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവൽ ആപ്യായേത്യസോ ലോകം വദനാമൃതമൂർത്തിന സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ അവ്യക്തവർഷ്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്ത അനന്തമാഗാത്മ്യഗുണൈകധാമ പൃഥുപ്രജേത ഇവ സംവൃതാത്മാ ദുരാസദോ ദുർവിഷക ആസന്നോപി വിദൂരവൽ നൈവാഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോ നല അന്തർബഹിഷ്ടഭൂതാനാം പശ്യൻ കർമാണി ചാരണൈഃ ഉദാസീനൈവാധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം നാദണ്ഡം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിത ഹസ്യാപ്രതിഗതം ചക്രം വൃഥോരാമാനസാചലാൽ വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈഃ രഞ്ജയിഷ്യതി യല്ലോകമയമാത്മവിചേഷ്ടിതൈഃ അഥാമുമാഹൂരാജാനം മനോരഞ്ജനകൈഃ പ്രജാ ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവക ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സല മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാമർത്തൈവാത്മന പ്രജാസു പിതൃവൽ സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം ദേഹിനാമാത്മവൽ പ്രേഷ്ഠ സുഹൃദാം നന്ദിവർദ്ധന മുക്തസംഗപ്രസംഗോയം ദണ്ഡപാണിരസാധുഷു അയം തു സാക്ഷാൽ ഭഗവാൻ സ്ത്രീധീശ കൂടസ്ഥാത്മാകലയാപതീർണ യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാത്വമപി പ്രതീതം അയം ഭഗോ മണ്ഡലമോദയാദ്രേർഗോപദൈകവീരോ നരദേവനാഥ ആസ്ഥായ ചൈത്രം രഥമാത്തതാപ പര്യസ്യത്തെ ദക്ഷിണതോ യഥാർക്ക അസ്മൈ നൃപാലാഃ കില തത്ര തത്ര
ബലിം കരിഷ്യന്തി സലോകപാലാഃ മംസ്യന്തയേഷാം സ്ത്രീയാതിരാജം ചക്രായുധം തദ്യരുദ്ധരന്യ അയം മഹീം ഗാംദുദൂകേധിരാജ പ്രജാപതിർവൃത്തികര പ്രജാനാം യോ ലീലയാദ്രീം സ്വശരാസകോട്യ ബിന്ദൻ സമാം ഗാമകരോദ്യഥേന്ദ്ര വിസ്ഫൂർജയന്നാജഗവം ധനുസ്വയം വിസ്ഫൂർജയന്നാജഗവം ധനുസ്വയം യദാചരത് ക്ഷമാമവിഷക്യമാജൗ തദാ നിലില്യോർദിശി ദിശ്യാസന്തോ ലാംഗൂലം ഉദ്യമ്യേതാ മൃഗേന്ദ്ര യേശോശ്വമേധ ശതമാചകാര സരസ്വതി പ്രാദുരഭായത്ര ആരിഷീദ്യസ്യായം പുരന്ദര ശതക്രതുശ്ചരമേ വർത്തമാനേ യേശസ്സു സദ്മോഹഭവനേ സമേത്യ സനൽകുമാരം ഭഗവന്തവേഗം ആരാധ്യ ഭക്തിയാലഭതാമലം തജ്ഞാനയതോ ബ്രഹ്മപരം വിദന്തി തത്ര തത്ര ഗിരസ്താസ്താ ഇതി വിശ്രുതവിക്രമ ശ്രോഷ്യത്യാത്മാശ്രിതാഗാഥാഃ പൃഥുപരാക്രമ ദിശോ വിജിത്യ പ്രതിരുദ്ധചക്ര സ്വദേശസോ ഹിപ്പാടിതലോകതുല്യ സുരാസുരേന്ദ്രൈരുപഗീയമാനമാനുഭാവോ ഭവിതാപതിർഭുവ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ഷോഡശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ അധ്യായത്തിലെ ഈ സ്തുതി ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം കൂടി കണ്ടുകൊണ്ടാണ് അവർ സ്തുതിക്കുന്നത്. പൃഥുവിനെയാണ് സ്തുതിക്കണെച്ചാലും ഇപ്പൊ പൃഥു അവിടെ രാജാവായി വാണട്ടേ ഉള്ളൂ. അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കുന്നത്. അങ്ങ് ഇനി ഭൂമിയെ നിരപ്പാക്കി അതിൽ കൃഷി ഇടങ്ങളാക്കി തീർക്കും, അങ്ങനെ ജനങ്ങൾക്കൊക്കെ വേണ്ടത് കൊടുക്കും, പിന്നെ യാഗങ്ങൾ അനുഷ്ഠിക്കും, ഇന്ദ്രനെ തന്നെ നിഗ്രഹിക്കാൻ പുറപ്പെടും. ഇങ്ങനെ തുടങ്ങി സനകാദികളിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കും. പിന്നെ അങ്ങ് പത്നിയോടുകൂടി കാട്ടിലേക്ക് പോയി എങ്ങനെ സൃഷ്ടിക്കണോ അതിന് നേരെ വിപരീതമായിട്ട് സംഹരിക്കുന്ന രീതി, ഒന്നിൽ നിന്ന് ഒന്ന് അടങ്ങി 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 പോകുന്ന പോലെ അങ്ങയുടെ ശരീരത്തെ അങ്ങ് ഉപേക്ഷിച്ച് വൈകുണ്ഠരൂപിയാവും എന്ന് പറയുന്ന സ്തുതി. അപ്പൊ ഭാവിയും കൂടി പ്രവചിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് അവര് കണ്ടുകൊണ്ട് സ്തുതിക്കുന്ന ആ സ്തുതി വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ്. പൃഥ്വിനെ സ്തുതിക്കുന്നത് ആ സ്തുതിയും കൂടി വർണ്ണിച്ചിട്ടാണ് ഇനി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രജകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുകയാണ് അടുത്ത അധ്യായത്തിൽ. പൃഥു ഒരു രാജാവ് എങ്ങനെയാവണമെന്ന് കാണിച്ചു തരികയാണെന്നാണ്. രാജാക്കന്മാര് പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 23-ാമത്തെ അധ്യായം വരെ 6-7 അധ്യായങ്ങൾ ഒരു രാജാവിൻ്റെ ധർമ്മപരിപാലന എങ്ങനെയായിരിക്കണമെന്ന് പൃഥു കാണിച്ചു തരുന്നതാണ് വർണ്ണിക്കുന്നത്. അത് നമ്മൾ 1 മണിക്കൂർ നിർത്തിയതിന് ശേഷം പുനരാരംഭിക്കുമ്പോൾ ബാക്കി ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു സംഗീത അർച്ചന, പിന്നെ ദീപാരാധന. മദ്യം മദ്യം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ
നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ബാലകൃഷ്ണദേവം ബാലകൃഷ്ണദേവം ഭജേഹം ബാലകൃഷ്ണദേവം ഭജേഹം ബാലകൃഷ്ണദേവം ഭജേഹം ഗോപാല നന്ദഗോപാല ആനന്ദഗോപാല ഗോവിന്ദ ശ്രീധര മാധവ ബാലകൃഷ്ണദേവം നീലനീരദ നിർമ്മലദേഹം നീലനീരദ നിർമ്മലദേഹം നീലനീരദ നിർമ്മലദേഹം സാരസനയനം സുന്ദരവദനം നീലനീരദ നിർമ്മലദേഹം സാരസനയനം സുന്ദരവദനം സാരസനയനം സുന്ദരവദനം ബാലകൃഷ്ണദേവം പരമദയാ പരിപൂരിതഹൃദയം പരമദയാ പരിപൂരിതഹൃദയം പരമദയാ പരിപൂരിതഹൃദയം പങ്കജനാഭം സുരേശം പരമദയാ പരിപൂരിതഹൃദയം പങ്കജനാഭം സുരേശം മോഹനമുരളി മോഹനമുരളി ഗാനവിലോലം മോഹനമുരളി ഗാനവിലോലം മീരാവന്ദിത മീനാക്ഷി സുധനുതം മീരാവന്ദിത മീനാക്ഷി സുധനുതം ബാലകൃഷ്ണദേവം ഭജേഹം ഗോപാല നന്ദഗോപാല ആനന്ദഗോപാല ഗോവിന്ദ ശ്രീധര മാധവ ബാലകൃഷ്ണ ദേവം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.